പാർട്ടിയുടെ പ്രതിസന്ധി കാലത്ത് കവചം തീർക്കാൻ കടന്നലുകൾ എന്ന വ്യാജത്തിൽ അടിയനിലെച്ചിപ്പോ എന്ന മട്ടിൽ ജനത്തെ വെറുപ്പിച്ചകറ്റുന്ന ചുവരുതാങ്ങി പല്ലുകളെ പറിച്ചു താഴെയിട്ടില്ലെങ്കിൽ ആ ഇത്തിക്കണ്ണികൾ പാർട്ടിയുടെ അടിയന്തരം കഴിക്കുമെന്ന് അന്നേ പറഞ്ഞതാണെന്ന് മണ്ടക്കടിച്ച് കിട്ടി ചാപ്പ ഇടതുവിരുദ്ധ മാപ്ര. എക്കാലവും ചെങ്കൊടി മാത്രം പാറിയ കോട്ടകൾ വിറച്ച് രാഷ്ട്രീയത്തിനപ്പുറം കണ്ണൂരെ പാർട്ടി ശത്രുവായ സുധാകരനെ തോൽപ്പിക്കാൻ സംഘടനാ സംവിധാനം ഓവർടൈം പണിയെടുത്തിട്ടും ലക്ഷത്തിലധികം വോട്ടുകൾക്ക് തോറ്റ ആഘാതത്തിന്റെ തിരിച്ചറിവിൽ സാക്ഷാൽ എം വി ജയരാജൻ പറയുന്നു, വാരിക്കുഴി കുഴിച്ചത് വ്യാജ പോരാളികളാണ്, ചാപ്പയടി സംഘം, ഇടതുപക്ഷമേത് വലതുപക്ഷമേതെന്നറിയാത്ത തെമ്മാടിപ്പട, രാഷ്ട്രീയ പ്രവർത്തനം പോയിട്ട് ക്രിയാത്മക വിമർശനമെന്ന് കേട്ടിട്ട് പോലുമില്ലാത്ത അരാജക കൂട്ടത്തിന്റെ കൈമുതൽ തേജോവധമാണ്, വ്യക്തിഹത്യയും പെൺവിരോധവുമാണ്. വൈകിയാണെങ്കിലും സഖാവെ ആ തിരിച്ചറിവ് സ്വാഗതാർഹമാണ്. പക്ഷേ ഏത് പാർട്ടി സെക്രട്ടറി ആണെങ്കിലും ജയരാജ താങ്കളെയും കാത്തിരിപ്പുണ്ട് ഒരു ചാപ്പ ഇടതുവിരുദ്ധൻ RSS, ഇനി മുസ്ലിം നാമധാരിയെങ്കിൽ ആയുധ പരിശീലനം കിട്ടിയ തീവ്രവാദി NDF, വലതുപക്ഷ വർഗീയ ഹാൻഡുകളെയും നാണിപ്പിക്കുന്ന പ്രൊഫൈലിംഗ് അവരുടെ ആചാര്യൻ EMS അല്ല ഗീബൽസ് ആണ്. 5 പൈസയുടെ നേട്ടമില്ലാതെ ഒരു പഞ്ചായത്തംഗ പദവി പോലും ആഗ്രഹിക്കാതെ പാർട്ടി പെടുക്കാൻ തൊണ്ട പൊട്ടിച്ച മുദ്രാവാക്യം വിളിച്ചും പോസ്റ്റർ ഒട്ടിച്ചും ചങ്ക് പറിച്ചു കൊടുത്ത നൂറുകണക്കിന് മനുഷ്യരുടെ ഹൃദയരക്തം പുരണ്ട ചെങ്കൊടി വിറ്റ് കൊഴുത്തു ചേർക്കുന്ന PR കള്ളന്മാരുടെ ഭൂതകാലം ഒന്ന് തിരയണം. കാണാം പല രാഷ്ട്രീയ പക്ഷങ്ങളിൽ നേടിയെടുത്ത സ്ഥാനമാനങ്ങൾ. അക്കൗണ്ട് പരിശോധിക്കണം, അറിയാം ഈ പാർട്ടിയെ വിറ്റുണ്ടാക്കിയ കാശിന്റെ പണപ്പെരുപ്പം. ആ പോക്ക് ശരിയല്ലെന്ന് തിരുത്തി ജില്ലാ സെക്രട്ടറിയോട് പാർട്ടിക്ക് മീതെ വളർന്ന ഷാജിയുടെ വെല്ലുവിളി അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കോ. സാക്ഷാൽ MV ജയരാജനോട് പോലും യുദ്ധം പ്രഖ്യാപിക്കാൻ അക്കൂട്ടർക്ക് ധൈര്യം കിട്ടുന്നുവെങ്കിൽ അതിന് ഷാജിയല്ല സഖാവെ കാരണഭൂതൻ. അക്കാലം അത്രയും ഇടതുപക്ഷത്തിനൊപ്പം പാറ പോലെ നിന്നൊരു പരമസാത്വികനെ വിളിച്ച വിവരദോഷ പ്രയോഗം തെറ്റാണെന്നൊരു ഉറച്ച ശബ്ദം പേടിയില്ലാതെ ഉയരുന്നില്ലെങ്കിൽ സർക്കാരിനോട് വിയോജിച്ചാൽ പാർട്ടി ശത്രുക്കളാണെന്ന് പറയുന്ന EP-യോട് RSS നേതാവിനെ രഹസ്യമായി വിളിച്ച് വിരുന്നു കൊടുക്കുന്നതാണ് സഖാവെ പാർട്ടി വിരുദ്ധത എന്ന് തിരുത്തിയില്ലെങ്കിൽ ആ സൈബർ കുളയട്ടകൾ ഇനിയും ചോര കുടിച്ച് കൊഴുക്കും. അത് സംഘടനാ ശരീരത്തിലേക്ക് ഇനിയും ആഴ്ന്നിറങ്ങം ഉണ്ടാക്കും പരമനാശം. ആഘാതമായ ജനവിധിയോട് ധാർഷ്ട്യങ്ങൾ മാറ്റിവെച്ച് വിനയാന്വിതരാകുന്നില്ലെങ്കിൽ, ജനത്തെ വെറുപ്പിക്കുന്ന ആ പഴുതാര പരാതങ്ങളെ കുടഞ്ഞെറിയുന്നില്ലെങ്കിൽ CPM-യെ കാത്തിരിപ്പാണ്. AK ബാലൻ പേടിച്ച ചിഹ്നങ്ങൾ, ഈനാമ്പേച്ചികൾ, മരപ്പട്ടികൾ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ മാത്രം നോക്കി നിൽക്കുന്ന ഒരു ശീലം നമ്മുടെ ചെറുപ്പക്കാരിൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ദുരന്തം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ ഇടതുപക്ഷത്തിനെതിരായി ചിന്തിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷമെന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങുകയാണ്. ചെങ്കോട്ട, ചെങ്കത്, പോരാളി ഷാജി, അത്തരം ഗ്രൂപ്പിന്റെ അഡ്മിന്മാരായി പ്രവർത്തിക്കുന്നവർ, ചിലപ്പോൾ ഒരാൾ മാത്രമാവാം അഡ്മിൻ, ആ അഡ്മിനെ വിലക്ക് വാങ്ങുകയാണ്. ആ വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ അഡ്മിൻ നേരത്തെ നടത്തിയതുപോലെയുള്ള കാര്യമല്ല വരുന്നത്, പിന്നെയോ ഇടതുപക്ഷ വിരുദ്ധ CPM വിരുദ്ധ പോസ്റ്റുകളാണ്. CS സജീഷ്, ശ്രീ അബിൻ വർക്കേസ്, ശ്രീ സിയ നീരാണ് എന്നിവർ ചർച്ചയിൽ. CS സജീഷ്, ഞാൻ പറഞ്ഞതിൽ താങ്കൾ ഒഫൻഡ് ആകരുത്. പറഞ്ഞത് അങ്ങയുടെ പാർട്ടിയല്ല, അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ ഇത്തിൽക്കണ്ണുകളെ പറ്റിയാണ്. അതും എല്ലാവരെയും പറ്റിയുമല്ല. നല്ല ഭംഗിയായ ഡേറ്റ വെച്ച് പ്രതിരോധം തീർക്കുന്ന ഏത് വിമർശനം, അത് മാധ്യമ വിമർശനമായാലും നല്ല ഭാഷയിൽ ഇടതുപക്ഷ CPM രാഷ്ട്രീയം പറയുന്നവർ അക്കൂട്ടത്തിലുണ്ട്. അവരെയല്ല, അങ്ങനെ അല്ലാത്ത ഷാജിമാർ ഉണ്ടാക്കുന്ന ഉപദ്രവം ചെറുതല്ല എന്ന് തിരിച്ചറിയുന്നുണ്ടോ CPM, MV ജയരാജൻ? ശ്രീ SK സജീഷ്. ആദ്യം തന്നെ ഒരു ജാമ്യം എടുത്ത് സംസാരിച്ചുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഹാഷ്മി വിശദമായി തന്നെ ഒരു ഇൻട്രോ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ചേർക്കാവുന്ന മേമ്പൊടികളെല്ലാം ചേർത്തുകൊണ്ടാണ് താങ്കൾ അവതരിപ്പിച്ചത്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. താങ്കളുടെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കുന്നതായിരിക്കും നന്നാവുക എന്നാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ പരസ്പരം സംസാരിച്ച് സമയം പോവുകയായിരിക്കും സംഭവിക്കുക. ഒന്ന്, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്നതും പാർട്ടിയുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതുമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾക്ക് അപ്പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ പാർട്ടിയുടെ ഉത്തരവാദിത്വത്തിൽ നിൽക്കുന്നതായിരിക്കില്ല. ഒന്ന്, പാർട്ടി അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. വ്യക്തിപരമായ താല്പര്യത്തിന് അപ്പുറത്തേക്ക് പാർട്ടി താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് പാർട്ടി അംഗങ്ങൾ. അവർ സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോഴും ആ നിലയിൽ തന്നെ പാർട്ടി താല്പര്യങ്ങളും അതുപോലെ തന്നെ പാർട്ടിയുടെ ആശയങ്ങളും എല്ലാം തന്നെ ഉയർത്തിപ്പിടിച്ച് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ. പുറത്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ഏതൊരു പാർട്ടി അംഗത്തെ സംബന്ധിച്ചിടത്തോളം ആയാലും ഈ രീതി പിന്തുടർന്ന് മാത്രമേ പോകാൻ വേണ്ടി കഴിയൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതിനനുസരിച്ചാണ് എല്ലാവരും പ്രവർത്തിക്കാറുമുള്ളത്. അഭിപ്രായ വ്യത്യാസങ്ങളും
വിമർശനങ്ങളുമെല്ലാം പാർട്ടി ഘടകങ്ങളിലാണ് പാർട്ടി അംഗങ്ങൾ ഉന്നയിച്ചു പോവുക. അത് ഏത് ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളായാലും. ആ നിലയിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സമയത്ത് പാർട്ടിയുടെ പേരും ചിഹ്നങ്ങളും അതുപോലെ തന്നെ ഫോട്ടോയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വിവിധ രീതിയിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വരാറുണ്ട്. ചിലപ്പോൾ നമ്മൾ പോലും സംശയിച്ചു പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വരും. ഇത് ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വരും. അവർ വൈകാരികമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചിലപ്പോഴെല്ലാം സഭ്യതയുടെ അതിരുവിടുകയും അതുപോലെ തന്നെ ആശയപരമായ ദൗർബല്യം അവരുടെ പോസ്റ്റുകളിലും മറ്റുമെല്ലാം ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ഇതിന്റെ ഒന്നും ഉത്തരവാദിത്വം പാർട്ടിക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയില്ല. അല്ല സതീഷ്, താങ്കൾ പറയുന്നത് ശരിയാണ്. പക്ഷെ അവർ ഉപയോഗിക്കുന്നത് പാർട്ടിയാണ്. താങ്കളടക്കം വടകര കാലത്തടക്കം എന്താണ് ചോര നീരാക്കി പണിയെടുത്ത ആ പാർട്ടിയാണ് കേരളത്തിൽ തന്നെ ഉണ്ടാവണമെന്നില്ല. ഗൾഫിലിരുന്നോ രാജ്യത്തിന്റെ ഏതോ ഭാഗത്തിരുന്നോ CPM എന്ന ചെങ്കൊടി നെറ്റിയിൽ ഒട്ടിച്ചാണ്, ലേബൽ നടത്തിയാണ് അവർ ഈ പണികൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ഒരു തരത്തിലും പാർട്ടിക്ക് കഴിയില്ല എന്ന് കൈയൊഴിയാൻ പറ്റുമോ എസ് കെ സജീഷ്? ഞാൻ പറയുന്നത് നല്ലവർ ഇപ്പോൾ പിങ്കോ ഹ്യൂമൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് ഇപ്പോൾ ഉണ്ടോ എനിക്കറിയില്ല. പക്ഷേ നല്ല അസാധ്യമായ നല്ല ഡേറ്റകൾ വെച്ച് ഈ പറഞ്ഞ CPM രാഷ്ട്രീയം വളരെ ഭംഗിയായി എന്ന് പറഞ്ഞാൽ ഒഫൻഡഡ് ആവാത്ത രീതിയിൽ, വ്യക്തിഹത്യ നടത്താത്ത രീതിയിൽ, തേജോവധം നടത്താത്ത രീതിയിൽ നന്നായി പറയുന്ന ഗ്രൂപ്പുകൾ ഒട്ടനവധിയുണ്ട്. പക്ഷെ അല്ലാത്തവരുമുണ്ട്. അല്ലാത്തവരെങ്കിലും നിയന്ത്രിക്കാൻ പാർട്ടിക്ക് കാര്യം എസ് കെ സജീഷ് ഇപ്പോൾ പോസ്റ്റ് കോവിഡിൻ്റെ കാലത്ത് എന്താണ് ഗ്രൗണ്ട് പോലെ തന്നെ അല്ലെങ്കിൽ സമൂഹം പോലെ തന്നെ അതിൻ്റെ ഒരു പരിച്ഛേദമാണ് സോഷ്യൽ മീഡിയ. അവരെ നിയന്ത്രിക്കാൻ പ്ലാൻ ഉണ്ടാവണ്ടേ സജീഷ്? അല്ല ആഷ്മി, പോസിറ്റീവായിട്ടാണ് ആ ചർച്ചകളെ കാണുന്നതെങ്കിൽ നമ്മളതിൽ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഇത് കടൽ പോലെ പരന്നു കിടക്കുന്നതാണ്. ഇവിടെ ആരാണ് എന്താണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല. ഇപ്പോൾ 24-ൻ്റെ ലോഗോ ഉപയോഗിച്ചുകൊണ്ട് നിരവധി വ്യാജ വാർത്തകൾ വരാറുണ്ടല്ലോ. നിങ്ങൾ പലപ്പോഴും തിരുത്താറുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വാർത്തയായിരിക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടേതെന്ന് തോന്നിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയും. ഒരു പക്ഷേ നിങ്ങൾ പോലും അത് ശരിയാണ് എന്ന് കരുതി ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യും. പിന്നീട് വ്യാജമായ കുറച്ചുകൂടി ഗൗരവകരമായ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടുക. അങ്ങനെ വ്യാജമായ രീതിയിൽ പല കാര്യങ്ങളും വരാറുണ്ട്. ഞങ്ങളെല്ലാം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളോട് സംഘടനാ തലത്തിലെല്ലാം സംസാരിക്കുന്ന സമയത്ത് പറയാറുണ്ട്, ചിലപ്പോൾ ചിഹ്നങ്ങൾ കണ്ടാലോ അല്ലെങ്കിൽ ഒരു ചുവപ്പ് കണ്ടാലോ നേരെ പോയി അത് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കാനോ നിൽക്കരുത്. വാചകങ്ങൾ പൂർണ്ണമായി വായിച്ചു നോക്കാൻ വേണ്ടി കഴിയണം. അത് നമ്മുടെ ആശയത്തിനൊത്ത് നിൽക്കുന്നതാണോ എന്ന് കൃത്യമായി പരിശോധിച്ചിട്ട് മാത്രമേ സോഷ്യൽ മീഡിയയിൽ ഇടപെടാൻ വേണ്ടി പറ്റൂ. ഒന്ന്, വ്യക്തിപരമായ വൈകാരികത ഇത്തരം ചില ആളുകൾക്കൊക്കെ ഉണ്ടാകും. ആ ആളുകൾ വ്യക്തിപരമായ വൈകാരികതയിൽ ഊന്നിക്കൊണ്ടാണ് കാര്യങ്ങളെ അവതരിപ്പിക്കുക. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി വൈകാരികമായിട്ടല്ല, സാമൂഹ്യപരമായി കാര്യങ്ങളെ പരിശോധിച്ചുകൊണ്ട് സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കപ്പെടുന്നത്. ചിലപ്പോഴെങ്കിലും ചില ഹാൻഡിലുകളിൽ സഭ്യതയുടെ അപ്പുറത്തേക്ക് പോകും. അത് നമുക്ക് ന്യായീകരിക്കാൻ വേണ്ടി കഴിയുന്നതായിരിക്കില്ല. പിന്നെ ആശയപരമായ ദൗർബല്യം പലപ്പോഴും നേരിടുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം വ്യക്തിപരമായി തോന്നുന്ന അഭിപ്രായങ്ങളാണ് പലപ്പോഴും രേഖപ്പെടുത്തുന്നത്. എന്നാൽ താങ്കൾ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. താങ്കൾ പറഞ്ഞതുൾപ്പെടെയുള്ള നിരവധിയായ ആളുകൾ, നിരവധിയായ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഏറ്റവും നല്ല ഡാറ്റയും അതുപോലെ തന്നെ ഏറ്റവും ക്ലാരിറ്റിയോടുകൂടി ലോകത്താകമാനം നടക്കുന്ന സംഭവവികാസങ്ങളെ കൃത്യമായി അറിയാനും രാജ്യത്ത് ഇപ്പോൾ മോദി സർക്കാരിനെതിരായി ഉൾപ്പെടെയുള്ള കൃത്യമായ ഡാറ്റകൾ ഗവേഷണത്തിലൂടെ തന്നെ കണ്ടെത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ എത്തിക്കുന്ന നിരവധിയായ സഖാക്കളുണ്ട്. കേരളത്തിൽ ഓരോ വിഷയങ്ങൾ വരുമ്പോഴും അതിനെ കൃത്യമായി സഭ്യതയുടെ വരമ്പിൽ നിന്നുകൊണ്ട് അതുപോലെ തന്നെ ഏറ്റവും കൃത്യമായ ആശയതലത്തിൽ നിന്നുകൊണ്ട് പ്രചരിപ്പിക്കുന്ന നിരവധിയായ ആളുകളുണ്ട്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വരുന്ന തെറ്റായ പ്രചരണങ്ങളെ തിരുത്തി കാണിക്കുന്ന, അപ്പോഴപ്പോൾ തിരുത്തി കാണിക്കുന്ന, യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരുന്ന, രേഖകൾ വെച്ച് പുറത്തേക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ആളുകളെ അഭിനന്ദിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. അത്തരത്തിൽ അഭിനന്ദനം അർഹിക്കുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ തിരുത്തപ്പെടേണ്ട ആളുകളുമുണ്ട്. അത് വൈകാരികമായ വിഷയങ്ങളെ കാണുകയല്ല, പകരം എന്താണ് നമ്മുടെ നിലപാട്, എങ്ങനെയാണ്. ചിലർക്കെങ്കിലും അറിയാത്ത ഒരു കാര്യമുണ്ട്, നമ്മൾ നേരിട്ട് സംസാരിക്കുന്ന പോലെയല്ല, ഇത് ലോകം മുഴുവൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നതാണ് എന്ന ധാരണ വേണമല്ലോ. ഞാനും ഹാഷ്മിയും തമ്മിൽ അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളും തമ്മിൽ സ്വകാര്യമായി സംസാരിക്കുന്ന പോലെ അല്ലല്ലോ ഈ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത്. അത് ലോകത്തിൻ്റെ മുന്നിലേക്കാണ് പറയുന്നത്. അങ്ങനെ ലോകത്തിൻ്റെ മുന്നിലേക്ക് പറയുമ്പോൾ പാർട്ടിയുടെ നിലപാടിലൂന്നി പാർട്ടിക്കനുസൃതമായി വൈകാരികത കുറച്ച് അതുപോലെ തന്നെ ആശയപരമായ അടിത്തറയിൽ നിന്ന് സംസാരിക്കണം.
പ്രചരണം നടത്തണം എന്ന ബോധ്യം ഉണ്ടാകേണ്ടതുണ്ട്. ആ ബോധ്യം ഉണ്ടാകാൻ വേണ്ടിയുള്ള തിരുത്തൽ പ്രക്രിയ ഞങ്ങൾ സംഘടനാപരമായി ചിലരൊന്നും ആരാണെന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ ഈ പ്രശ്നം പോരാളി ഷാജിയുടെ ഭാഗത്ത് മാത്രമാണോ എന്നതിലേക്ക് നമ്മളെത്താം. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എത്താം. ശരി, ഞാൻ എത്താം. അബിൻ വർക്കി ഇവിടെ CPM എന്ന് പറയുന്ന സംഘടനയെ പറ്റി നിങ്ങൾ എന്ത് രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചാലും അതിൻ്റെ സംഘടനാ ശരീരത്തെ പറ്റി നിങ്ങൾക്ക് തർക്കമില്ലല്ലോ. 2019 ഇതിലും അല്ലെങ്കിൽ ഇതിനോളം പോകുന്ന വലിയ പരാജയമുണ്ടായി. അന്ന് ശബരിമല ഒരു കാരണമായി. ആ ശബരിമല കാരണത്തിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി കാര്യങ്ങൾ എന്താണെന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. അതിനുശേഷം വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നഷ്ടപ്പെട്ട വോട്ട് ബാങ്കുകൾ ഒന്നാകെ തിരിച്ചു പിടിക്കാൻ CPM പറ്റുന്നുണ്ട്. അവർ ഈ തെരഞ്ഞെടുപ്പിലെ ഉണ്ടായ പരാജയത്തിൽ ആലോചന തുടങ്ങുന്നു, അവർ തിരുത്താൻ തുടങ്ങുന്നു. ഇപ്പം മുഖ്യമന്ത്രി ഈ വർഗീസ് മോർ കൂർലോസിനെ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. അതിൻ്റെ ഒരു കാരണം ഈ സൈബർ കടന്നൽ കൂട്ടം എന്ന് വിളിക്കുന്നവരുടെ പ്രശ്നമാണെന്ന് പറയുന്നു. MV ജയരാജൻ പരസ്യമായി തന്നെ പറയുകയാണ് അക്കൂട്ടർ ഞങ്ങൾപ്പെട്ടവരല്ല എന്ന് പറയുകയാണ്. അബിൻ വർക്കി, അതായത് ഹാഷ്മി, അതിനകത്ത് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. ഒരു കാര്യം ഞാൻ ആദ്യം വളരെ വ്യക്തമായിട്ട് പറയാം. CPM എന്ന് പറയുന്ന പ്രസ്ഥാനമോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമോ ഇടതുപക്ഷമോ ഇന്ത്യ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നോ അവർ മുക്തരാകണമെന്നോ ആഗ്രഹിക്കുന്നവരല്ല കോൺഗ്രസിൻ്റെ ഒരു വ്യക്തിത്വം എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ അവർ കൂടി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാഗമാകണമെന്നും പക്ഷേ അവരുടെ ദുഷിച്ച ചെയ്തികൾ മാറ്റിവെക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ എക്കാലത്തെയും ആഗ്രഹം. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ സൈബർ മീഡിയയുടെ കാര്യം എടുക്കുക. ആരാണ് ഹാഷ്മി ഇതിൻ്റെ പ്രതി? ആരാണ് ഉത്തരവാദി? ആരാണ്? CPM പാല് കൊടുത്തു വളർത്തിയ മൂർഖന്മാരല്ലേ ഈ പോരാളി ഷാജിയും ചെങ്കോട്ടയും ചെങ്കതിരൊക്കെ നിയന്ത്രിക്കുന്നത്? ഇല്ലെങ്കിൽ ഇപ്പോൾ ശ്രീ സജീഷ്, നിങ്ങൾ തിരുത്തൽ ശക്തി ആവശ്യമുണ്ട്, ഈ മേഖലയിൽ തിരുത്തൽ വേണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതിനു മുമ്പും ഈ സൈബർ കൂട്ടങ്ങളെ എത്രയോ പേരെ ആക്രമിച്ചു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആളുകളെ ആക്രമിച്ചത് പോകട്ടെ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചാനൽ ചർച്ചയിൽ വരുന്ന ആളുകളെ മുഴുവൻ ആക്രമിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ വനിതാ പ്രവർത്തകരെ പലരെയും ആക്രമിച്ചിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകരായി ഇപ്പോൾ ഹാഷ്മി ഉൾപ്പെടെയുള്ളവരെ, താങ്കളുടെ ഇൻട്രോയിൽ പറഞ്ഞത് താങ്കൾ ഉൾപ്പെടെയുള്ളവരെ എത്ര പേരെ SDPI ആക്കി, അല്ലെങ്കിൽ ഹിന്ദു നാമധാരികളെ എത്ര പേരെ RSS ആക്കി. ഇതൊക്കെ ചെയ്ത സൈബർ കടന്നൽ കൂട്ടങ്ങൾ, ഇവരുടെ സൈബർ ഗ്രൂപ്പിൻ്റെ പേര് കടന്നൽ കൂട്ടമെന്നാണ്. എത്രയോ കടന്നൽ കൂട്ടങ്ങളുണ്ട്. ഈ കടന്നൽ കൂട്ടങ്ങളെ നിയന്ത്രിക്കാൻ നാളിതുവരെ സാധിക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഈ നമ്മളെ ആക്രമിച്ചത് പോകട്ടെ, അത് മാറ്റിവെക്കുക. ഇപ്പോൾ CPM നേതാക്കന്മാരെ തന്നെ എത്ര പേരെ ആക്രമിച്ചു? ഇപ്പോൾ റഹീമിനെ പരസ്യമായി പോരാളി ഷാജി പേജിലൂടെ വെല്ലുവിളിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് ഈ പേജിൻ്റെ അഡ്മിനെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല? ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി വൈകി വന്ന വിവേകമാണെങ്കിൽ ഇന്ന് ശ്രീ MV ജയരാജൻ്റെ പടം ഇട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്ന വസ്തുതാപരമായ കുറേ കാര്യങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളാരും പണം വാങ്ങുന്നവരോ അല്ലെങ്കിൽ പണം മേടിച്ച് ബിനാമി ബിസിനസ് നടത്തുന്നവരോ അല്ല എന്നുള്ളതാണ്. ഒരു ഡിഫമേറ്ററി കേസ് ചാർജ് ചെയ്ത് ഈ പോരാളി ഷാജിയുടെ അഡ്മിന്മാരെ പിടിച്ച് ജയിലിലാക്കട്ടെ. അതല്ലേ തിരുത്തൽ? അതല്ലേ മാന്യമായതും ഉത്തരവാദിത്വപരമായ തിരുത്തൽ? സംസ്ഥാന സർക്കാരിനെ നടപടിയെടുക്കാമല്ലോ. 24 മണിക്കൂറിനുള്ളിൽ ശ്രീ പിണറായി വിജയൻ്റെ വീടാണെന്നുള്ള തെറ്റിദ്ധാരണ വരുത്തിയ പോസ്റ്റ് ഇട്ടവരെ ഗൾഫിൽ പോയി അറസ്റ്റ് ചെയ്ത കേരളത്തിലെ പോലീസിന് പോരാളി ഷാജി എന്ന പേരിൽ നിങ്ങൾ പറയുന്നതനുസരിച്ച് ഇടതുപക്ഷത്തിനെ ഡിഫെയിം ചെയ്യുന്ന ആ അഡ്മിന്മാരെ കണ്ടെത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അത് കണ്ടെത്താൻ പറ്റാത്തത് ഈ പാർട്ടി അവർക്ക് പൂർണ്ണ പിന്തുണ നൽകി, നാളിതുവരെ പൂർണ്ണ പിന്തുണ നൽകി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. അപ്പം അതുകൊണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നിങ്ങൾ പാല് കൊടുത്തു വളർത്തിവിട്ട മൂർഖൻ പാമ്പുകളാണ് ഇന്ന് നിങ്ങളെ തന്നെ കടിച്ചത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അതെന്തു ആയിക്കൊള്ളട്ടെ, അതിൻ്റെ നഷ്ടങ്ങളും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ തിരുത്തലുകളും ഒക്കെ നിങ്ങൾ വരുത്തുക. ഞങ്ങൾ ഇതിനകത്ത് വളരെ കൃത്യമായ നിലപാട് നിങ്ങളുടെ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഈ വൃത്തികെട്ട ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് പലകുറി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനി അതിനകത്തേട്ട് വരുന്നില്ല. ഇനി രണ്ടാമത്തെ ഭാഗം ശ്രീ ഹാഷ്മി ഇവിടെ ചോദിച്ച ഭാഗം. ഇപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി അവർക്ക് സംഘടനാപരമായ ചില നല്ല ഗുണങ്ങളുള്ള പാർട്ടിയാണ്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. വലിയ കേഡർ സംവിധാനമുള്ള പാർട്ടിയാണ്, അവർക്ക് പല രീതിയിലുള്ള ഗുണങ്ങളുള്ള പാർട്ടിയാണ്. പക്ഷേ എന്ത് സംഭവിച്ചു ഹാഷ്മി? ഈ തിരഞ്ഞെടുപ്പ് നമ്മൾ വളരെ കൃത്യമായി ഇവിടെ വിലയിരുത്തണം. അത് ആരാണെങ്കിലും, കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും വിലയിരുത്തപ്പെടേണ്ടത് കേവലം ഏതെങ്കിലും വോട്ട് അങ്ങോട്ട് പോയതിൻ്റെയോ അല്ലെങ്കിൽ വോട്ട് ഇങ്ങോട്ട് വന്നതിനോ എന്നതിനപ്പുറം ഈ സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന വലിയൊരു ഷിഫ്റ്റ് ഉണ്ട്. അത് പല രീതിയിൽ അത് ആശയപരമായ ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഇവിടെ RSSന് വോട്ട് ചെയ്യാൻ ഒരറച്ച് നിന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന് ഇന്ന് ആ അറപ്പ് മാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് വസ്തുനിഷ്ഠമായി CPM വിലയിരുത്തണം, എല്ലാ പാർട്ടിയും വിലയിരുത്തണം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ പ്രധാനമായും അത് CPM വിലയിരുത്തണം. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ തിരഞ്ഞെടുപ്പിൽ BJPക്ക് വർദ്ധിച്ച വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായ CPMൻ്റെ അടിസ്ഥാന
കോർ വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞാൻ കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്, അത് ബി ജെ പിയിലോട്ട് പോയിട്ടില്ല എന്നൊരു വാദഗതി എനിക്കില്ല. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെയും പോയിട്ടുണ്ട്, അത് കഴിഞ്ഞ കാലങ്ങളിലും പോയിട്ടുണ്ട്. ആ പോയതിൻ്റെ ചില തിക്താനുഭവങ്ങൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഞങ്ങളത് കൃത്യമായി മനസ്സിലാക്കുന്നുമുണ്ട്. അതിനെ വസ്തുതാപരമായി വിലയിരുത്തണം, KPCCയും നമ്മളെല്ലാവരും വിലയിരുത്തണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും നിലപാട്, പാർട്ടിയുടെയും നിലപാട്. പക്ഷേ CPMന്റെ നിലപാട് അതിനകത്ത് എന്താ? ഇപ്പോൾ CPM ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം പറയുന്നത് ചില കണക്കുകളുടെ മാത്രം അടിസ്ഥാനത്തിലാണ്. ചില കണക്കുകൾ അങ്ങോട്ട് പോയി, കുറച്ചൊരു % ഇങ്ങോട്ട് കൂടിയിട്ടുള്ളൂ, നിങ്ങളുടെ വോട്ടുകൾ 5 ലക്ഷം കുറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ 4 ലക്ഷം കുറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള ചില കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ പോയാൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ CPMന്റെ കോർ വോട്ട് ബേസിലാണ്, അസ്ഥിവാരമാണ് തോണ്ടി ഇപ്രവശത്തേട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ CPMന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തൽ അത് ബൂമറാങ് ആകും എന്നുള്ളതിൽ സംശയമില്ല. ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഈ ധാർഷ്ട്യവും അഹങ്കാരവും തുടരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം അത് എത്രമാത്രം തുടരുന്നോളും ഞങ്ങൾക്ക് അത്രമാത്രം ഗുണം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എങ്കിൽ പോലും ശ്രീ ഹാഷ്മി, ഞാൻ ആദ്യം പറഞ്ഞത് ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ത്യയിൽ അവസാനിക്കരുത് എന്ന് ഒരു കോൺഗ്രസ്സുകാരൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാജസ്ഥാനിലെ സിക്കർ എന്ന് പറയുന്ന പാർലമെൻറ്റ് മണ്ഡലം. ഇപ്പോൾ എന്തിനാണ് അവിടെ നാമമാത്രമായ CPMന് ഒരു സീറ്റ് നൽകി അവിടെ വിജയം ഉറപ്പുവരുത്താൻ ഒരു കോൺഗ്രസ്സുകാരൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം 3 സംസ്ഥാനങ്ങളിലെങ്കിലും CPMന്റെ പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ആ ഇടതുപക്ഷ പ്രസ്ഥാനം ഈ രാജ്യത്ത് തകരരുത് എന്നുള്ളത് ആശിക്കുന്നത് കൊണ്ട് മാത്രമാണ്. പക്ഷേ ഞങ്ങളുള്ള സീറ്റും കൊടുത്ത് CPM എങ്ങനെയെങ്കിലും സംരക്ഷിക്കപ്പെടണമെന്നും ഈനാം ബച്ചിക്കും മരപ്പെട്ടിക്കും രാജസ്ഥാനിലെ സിക്കറിനെ എങ്ങനെ കാണണം? അവിടെ നിങ്ങൾ മുന്നണിയാണ്, ഇന്ത്യ സഖ്യമാണ് എന്ന് പറഞ്ഞാൽ സിക്കറിൽ CPMന് നേരത്തെ വോട്ടില്ലെങ്കിൽ അവിടെ CPMന് വോട്ടുള്ള പല മണ്ഡലങ്ങളുണ്ട്. ആ CPM വോട്ടുകൾ നിങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സിക്കറിൽ കോൺഗ്രസ് വോട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ശരിയാണ്, 31,000 വോട്ടിൽ നിന്ന് 6 ലക്ഷം വോട്ടായി സിക്കറിലെ അമ്രാറാമിൻ്റെ ഭൂരിപക്ഷം ഒക്കെ ശരിയാണ്. പക്ഷേ അതൊരു മുന്നണിയാണ്. ആ മുന്നണിയിൽ പല മണ്ഡലങ്ങളിൽ CPM വോട്ടുകൾ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അതിനെ അങ്ങനെ ഇപ്പോൾ ഇന്ന് മാത്യുക്കൊള്ളാണെന്ന് പറയുന്നുണ്ട് സഭയിൽ, അതിനെങ്ങനെ പറയുന്നത് ശരിയാണോ ശ്രീ അബിൻ വർക്കി? അല്ല, അത് ശരി തന്നെയാണ് ഹാഷ്മി. അതിൻ്റെ കാരണം ഇപ്പോൾ രാജസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് മുന്നണി അല്ലാതെ തന്നെ മത്സരിക്കാനുള്ള സാഹചര്യമുള്ള സ്ഥലമാണ്. ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നാണല്ലോ അവിടെ ഭരണത്തിലേറിയത്. ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നാണ് ഈ തവണ 41% BJPക്ക് ഉള്ളപ്പോൾ 39% വോട്ടോട് കൂടിയാണ് ഞങ്ങൾ ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. ഈ 41%-ത്തിലാണ് അവിടെ ഭരണം നടത്തുന്നത്. അത് വേറെ കാര്യം, കണക്കിലെ കാര്യങ്ങളാണ്. പക്ഷെ എങ്കിൽ പോലും കാലം ഇത്രയുമായിട്ട് ഞങ്ങൾക്ക് അവിടെ അങ്ങനെ ഒരു സഹായം വേണ്ടി വന്നിട്ടില്ല. ശരിയാണ്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് CPM മത്സരിച്ചത് എന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ മറ്റാരെയും ഇങ്ങനെ പരിഗണിച്ചിട്ടില്ലല്ലോ. CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ വളരെ കൃത്യമായി അവിടെ പരിഗണിച്ചുകൊണ്ട് പുതിയതായി ഒരു സീറ്റ് അവിടെ നൽകിക്കൊണ്ട്, ഇപ്പം നിങ്ങൾക്കറിയാം AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഇറക്കിയ കുറിപ്പിൽ പോലും സ്റ്റിക്കറിൻ്റെ നേരെ ലെഫ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന് കാരണം എന്താണ്? അത് ഞങ്ങൾ കൃത്യമായി ഇവരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ CPMന് ഒരു സീറ്റ് അവിടെ കൊടുക്കണം. ദുംഗർഗഡ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് CPMന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന വോട്ട് പെർസെന്റ് 27.99%. ധോഡിൽ കിട്ടുന്നത് 72,165 വോട്ട് 35.69%. ബാദ്രയിൽ കിട്ടുന്നത് 44.19%. എന്താണ് റേസിംഗ് നഗറിൽ കിട്ടുന്നത് 28.44%. രാജസ്ഥാനിൽ CPMന് വോട്ടില്ലാത്തവരല്ല. രാജസ്ഥാനിൽ പല മണ്ഡലങ്ങളിൽ CPMന് വോട്ടുണ്ട്. ആ വോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മുന്നണിയിൽ മത്സരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് അബിൻ. അതായത് ശ്രീ ഹാഷ്മി, ഈ വോട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ വോട്ടുകളൊന്നും സിക്കറിലായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായി. ഇത് ഈ പോരാളി ഷാജിയുടെ ഒരു ഡീമെറിറ്റാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് അറിയോ? ഇപ്പോൾ പോരാളി ഷാജി കഴിഞ്ഞ ദിവസം വിട്ട ഫാക്ച്വൽ അല്ലാത്ത ഒരു കണക്കിൽ നിന്നാണ് ഹാഷ്മിയുടെ ഈ കണക്ക് വരുന്നത്. ഹാഷ്മി അത് എവിടെയെങ്കിലും വായിച്ചതായിരിക്കും. പക്ഷേ ഈ വോട്ടുകളൊക്കെ അവിടെയുണ്ട്. പക്ഷേ ഈ വോട്ടുകളൊന്നും സിക്കറിലായിരുന്നില്ല. പുറത്തുവിട്ടതനുസരിച്ച് സിക്കർ പാർലമെന്റ് അസംബ്ലി വൈസ് മണ്ഡലം എന്നുള്ള നിലയ്ക്കാണ് അവർ പോലും പുറത്തുവിട്ടത്. സിക്കറിൽ നിങ്ങൾ അങ്ങോട്ട് വോട്ട് കൊടുക്കുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ ഇവർക്കുള്ള CPM വോട്ടുകൾ നിങ്ങൾ കിട്ടുന്നില്ലേ? സിക്കറിൽ മാത്രമാണോ രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ്? അല്ല, സിക്കറിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ രാജ്യത്ത് മുഴുവൻ തെരഞ്ഞെടുപ്പ് നടന്നു എന്നുള്ളത് മാത്രമല്ല, ഞങ്ങൾക്ക് വിഭിന്നമായ ചേരിയുമായിട്ട് ഒത്തുചേർന്നാണ് മത്സരിച്ചത്. രാജസ്ഥാനിൽ CPMന് പുതിയതായി ഒരു സീറ്റ് കൊടുക്കാൻ കാരണം ഒരു സംശയവും വേണ്ട ഹാഷ്മി, ഒരു സീറ്റ് രാജസ്ഥാനിൽ അവർക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെയാണ്. ഒരു സംശയവും വേണ്ട. ആഗ്രഹം വരാനുള്ള കാരണം ഇവർ ദേശീയ പാർട്ടിയുമായി നിലനിൽക്കും. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് പൂർത്തീകരിക്കാം. ഒറ്റ കാര്യം, അതായത് ഈ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും
ഇപ്പോൾ താങ്കൾ പറഞ്ഞു, ശ്രീ പിണറായി വിജയൻ്റെ കാര്യം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് വന്നതിന് ശേഷം കേരളത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും ഗുരുതരമായ പരാമർശം എന്താണ്? ഇപ്പോൾ ശ്രീ കൂറിലോസ് തിരുമേനി അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റായ എന്തെങ്കിലും ശ്രീ ഹാഷ്മിയെ പോലെയുള്ള ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇടതുപക്ഷ ചിന്താഗതിക്കാർ എല്ലാം പറയുന്ന ചില കാര്യങ്ങൾ കൂറിലോസ് തിരുമേനി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇടതുപക്ഷത്തിനെ പ്രകീർത്തിക്കേണ്ട ഘട്ടത്തിൽ, ശ്രീ പിണറായി വിജയനെ പ്രകീർത്തിക്കേണ്ട ഘട്ടത്തിലെല്ലാം അദ്ദേഹം പ്രകീർത്തിച്ചിട്ടുമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ പോലൊരാളെ ഇടതുപക്ഷ ചിന്താഗതി ഇപ്പോഴും ഹൃദയപക്ഷമാണ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വിമർശനം ഉന്നയിച്ചപ്പോൾ ഒരു പിതാവിനെ വിവരദോഷി എന്ന് വിളിക്കാൻ പാകത്തിന് അസഹിഷ്ണുതയുള്ള ഒരു നേതൃത്വമാണ് ഇടതുപക്ഷത്തിന് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ CPM എങ്ങനെ നന്നാകുമെന്നാണ് ഹാഷ്മി പറയുന്നത്. ചിന്താഗതിക്കാർ മുഴുവൻ ശരി അഭിജാതം, അതിനെ മുഖ്യമന്ത്രിയുടെ ആ പരാമർശത്തെ എന്താണ് പരസ്യമായി പിന്തുണച്ചുകൊണ്ട് വന്ന നേതാക്കൾ അപൂർവമാണ് കേട്ടോ. പോട്ടെ, ഞാൻ അങ്ങനെയൊക്കെ നമ്മുടെ വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്തതുമാണ്. CR നീലകണ്ഠൻ ഇപ്പോൾ ഈ കേരളയിൽ സമരകാലത്തൊക്കെ താങ്കളുടെ വീടിൻ്റെ അളവെടുക്കാൻ നടന്ന എക്സൽ ഷീറ്റ് ക്യാമ്പയിൻ, അധിക്ഷേപങ്ങൾ, തെറി ഒക്കെ ഓർമ്മയുണ്ട്. താങ്കൾക്കെതിരെ മാത്രമല്ല പരിസ്ഥിതി പ്രവർത്തകർക്കെതിരെ. ഇടതുപക്ഷം നശിച്ചു പോകരുതെന്ന് ആഗ്രഹിച്ച് എന്തെങ്കിലും പറയുന്ന സകല മനുഷ്യർക്കെതിരെയും രൗദ്രഭാവത്തിൽ കൊത്തിപ്പറിക്കുന്ന ആ സൈബർ ഹൂളിഗൻ സംഘത്തെ നമ്മൾ കാണുന്നുണ്ട്. അത് ശരിയാവണ്ണം പാർട്ടി തിരിച്ചറിയുന്നു എന്ന് പറയാൻ സമയമായോ CR നീലകണ്ഠൻ? തീർച്ചയായും തിരിച്ചറിയണം എന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നേരത്തെ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയ ഇന്ന് ഓൾ പവർഫുള്ളാണ്. ഇപ്പോൾ നമ്മൾ ഈ മീഡിയയിലിരുന്നാണ് മറ്റു മീഡിയയിലിരുന്നാണ് സംസാരിക്കുന്നതെങ്കിലും ഇതിനെപ്പോലും നിഷ്പ്രഭമാക്കാൻ കഴിയുന്ന സോഷ്യൽ മീഡിയ ഉണ്ട്. നമ്മൾ ധ്രുവറാത്തിയെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്ക് ധ്രുവറാത്തിയുടെ പേര് പറയുമ്പോൾ തന്നെ വലിയൊരു ആവേശം നമ്മുടെയൊക്കെ എന്താ കാര്യം? ഇവിടുത്തെ ഇന്ത്യയിലെ വലിയ വൻകിട മീഡിയകൾ മുഴുവൻ ഗോദി മീഡിയ ആയപ്പോൾ അതിനെതിരെ നിന്ന് ജനപക്ഷത്ത് നിന്ന് സോഷ്യൽ മീഡിയ, ഈ ദേശീയ തലത്തിൽ സോഷ്യൽ മീഡിയയാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തേക്കാൾ വലിയ റോൾ വഹിച്ചത് എന്ന് പോലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അത്ര ശക്തമാണ്. ഇപ്പോൾ നമ്മളൊക്കെ അതിൽ വേറെ ഇതിൽ ഇടപെടുന്ന ആളുകൾ. ഇപ്പോൾ ഹാഷ്മി ചോദിച്ച ചോദ്യം, തീർച്ചയായും നമ്മളിപ്പോഴും ജനാധിപത്യം ശീലിച്ചിട്ടില്ല ഹാഷ്മി. ഒരാളൊരു പ്രശ്നം ഉന്നയിച്ചാൽ, ഒരു വിഷയം ഉന്നയിച്ചാൽ, വിജയമാഷ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാലും ചോദ്യം അവിടെ ഉണ്ടാകും. ഇതിൻ്റെ ഒരു രീതി എപ്പോഴും, ഇപ്പോൾ ചോദ്യം ചോദിച്ചാൽ ഇയാൾ എപ്പോഴും ഇന്ന വിരുദ്ധനാണ്, ഇയാൾ സുഡാപ്പിയാണ്, സംഘപരിവാറാണ്, അല്ലെങ്കിൽ കമ്മിയാണ് എന്ന രൂപത്തിൽ ഇയാളെ അങ്ങ് വിലയിരുത്തുകയാണ്. ഈ അഭിപ്രായം ഇതിപ്പോൾ CPMൻ്റെ മാത്രം വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. ഏതർത്ഥത്തിലും ജനാധിപത്യത്തിൽ പറയുന്ന ആളെയാണ് അറ്റാക്ക് ചെയ്യുന്നത്, ഷൂട്ടിംഗ് ദ മെസ്സഞ്ചർ എന്ന രീതി, അത് ജനാധിപത്യ വിരുദ്ധമാണ്. രാഷ്ട്രീയത്തിൽ ആശയങ്ങൾ ചർച്ച ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ ഗൗരവതരമായ ഡാറ്റ വെച്ച് ചർച്ച ചെയ്യാം, പഠനങ്ങൾ വെച്ച് ചർച്ച ചെയ്യാം. ഇപ്പോൾ നേരത്തെ ഹാഷ്മി പറഞ്ഞു എൻ്റെ വീടിൻ്റെ അളവെടുക്കാൻ വന്നു, അതൊന്നും എനിക്ക് അതിന് വിരോധമില്ല, ഞാൻ അതിനെക്കുറിച്ച് കാണുന്നില്ല. അതൊക്കെ ചെയ്തോട്ടെ. ഇപ്പോൾ അവരെവിടെ പോയി എന്നറിയില്ല. 2 കൊല്ലം മുമ്പ് പറഞ്ഞ ആളുകളെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല, എക്സൽ ഷീറ്റുകാരനെയും കണ്ടിട്ടില്ല. അതുപോട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, പ്രശ്നം അതല്ല. ഈ ജനാധിപത്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാൻ കഴിയുമോ? ഇപ്പോൾ നിങ്ങളുടെ മീഡിയയ്ക്കാണെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ചോദ്യം ചെയ്യാം, പ്രസ്സുകാർക്ക് അതിനുണ്ട്. സോഷ്യൽ മീഡിയയ്ക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. രണ്ടാമത്തെ വിഷയം, CPM കേരളത്തിലെ ഏറ്റവും ശക്തിയുള്ള പാർട്ടിയാണ്. സോഷ്യൽ മീഡിയയിലും ഏറ്റവും ശക്തിയുള്ള സംവിധാനമാണ് അവർക്കുള്ളത്. വലിയ തോതിൽ അവരുടെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ എനിക്ക് തിരുത്തുമെന്ന് പറയുമ്പോൾ CPM തിരുത്തി കഴിഞ്ഞാൽ തന്നെ പകുതി തീരും. പിന്നെ BJP ആണ്, മൂന്നാമതേ കോൺഗ്രസ് വരുള്ളൂ. BJP ഇതിനേക്കാൾ മോശമാണ്. ഇപ്പം ഞാൻ BJPയുടെ അറ്റാക്ക് നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. BJP ഇനി പറയാത്ത ചീത്തയില്ല. അതുപോട്ടെ, അവർ ഇതുപോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞത് ആദ്യം മാതൃകാപരമായി CPM ചെയ്യണം. ഒന്ന്, CPMന് ശക്തിയുണ്ട്. 2, ജനാധിപത്യം നിലനിൽക്കണം എന്നും ആഗ്രഹിക്കുന്ന ഇന്ത്യ മുന്നണി അതിൻ്റെ തർക്കങ്ങളിലൊക്കെ നിൽക്കട്ടെ, ഇതൊക്കെ പറഞ്ഞാലും ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുന്നണിയും അതിൻ്റെ പാർട്ടിയുമാണ് CPM എന്ന് ഇപ്പോഴും കരുതുന്ന ഒരാളാണ് ഞാൻ. ഒരു സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ട് ആദ്യം അവർ വേണം. ഇതിനു മുമ്പ് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്നിപ്പോൾ ജയരാജൻ്റെയോ മറ്റിപ്പോൾ സജീഷിൻ്റെയോ ഒക്കെ വാക്കുകൾ നമ്മൾ വരുന്നുണ്ട്. നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കാര്യം, ഇപ്പോൾ ജയരാജൻ പറഞ്ഞ കാര്യം, ഈ പറഞ്ഞതുപോലെ ഒരുപാട് വ്യക്തി അധിക്ഷേപം നടത്തുമ്പോൾ ഞങ്ങൾ ഇതിനൊപ്പമല്ല എന്ന് പറയാൻ CPM നേതാക്കൾ ഉണ്ടായില്ല എന്നാണ് എൻ്റെ സങ്കടം. കാരണം എൻ്റെ വീടറിയാവുന്ന ആളുകൾ CPM സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഒരു 8 പേരെങ്കിലും ഉണ്ട്, സെൻട്രൽ കമ്മിറ്റിയിലടക്കം എൻ്റെ വീട്ടിൽ വന്ന് ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീടിനെ പറ്റി ഇത്രയും മോശമായി എഴുതുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല, ഇത് തെറ്റായൊരു അഭിപ്രായമാണ്, ഇങ്ങനെ പറയരുത് എന്ന് അവരുടെ സോഷ്യൽ മീഡിയയിലെങ്കിലും അവർ പറയണ്ടേ. ഞാൻ പറഞ്ഞ അതാണ്, അവരെങ്കിലും അത് പറയണം. ഇപ്പോൾ പോരാളി ഷാജിയോ അല്ലെങ്കിൽ ചെങ്കതിരോ വൻകതിരോ എന്തോ ആവട്ടെ, അവരെഴുതുമ്പോൾ ഇത്ര വൃത്തികെട്ട ഭാഷയിൽ ആർക്കെതിരെ എഴുതിയാലും, അതിപ്പോൾ
പ്രതിപക്ഷത്തിനെതിരെ എഴുതിയാലും BJPക്കെതിരെ എഴുതിയാലും മോഡിക്കെതിരെ എഴുതിയാൽ പോലും പറയണം ഈ ഭാഷ നമ്മുടേതല്ല, ഇതല്ല. നമുക്ക് പറയാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടല്ലോ, നമുക്കിതിന് മറുപടി പറയാൻ ഇഷ്ടം പോലെ കാര്യം. ഇപ്പോൾ കേരയിൽ വേണമെന്ന് പറയാനും വേണ്ടെന്ന് പറയാനും നമ്മുടെ കയ്യിലൊക്കെ കാരണങ്ങളുണ്ട്. കേരളിന് വേണ്ടി വാദിക്കാം, നല്ലത്. നിങ്ങൾക്ക് എനിക്കെതിരായി വാദിക്കാം, എനിക്ക് എൻ്റെ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നമ്മൾ പൊതുസമൂഹത്തിൽ വയ്ക്കുന്നു, ജനാധിപത്യപരമായി സംവാദം നടന്നു. പക്ഷേ കേരളിനെ എതിർക്കുന്ന ഞാൻ മറ്റേ വേറെ എവിടെ നിന്നെങ്കിലും കാശ് മേടിച്ചിട്ടാണെന്നോ അല്ലെങ്കിൽ ഒരുപാട് ഫണ്ട് വാങ്ങിയിട്ടുണ്ടെന്നോ പണം ഇവരിൽ എന്ത് ഒരു തെളിവുമില്ലാത്ത ഒരു സംഗതിയുമില്ലാത്ത ആരോപണം പറയുകയും അത് ഒരുപാട് പേരെ കൊണ്ട് അതാണ് രീതി. അല്ല അതിലെ ഒറ്റ കാര്യം, ഒരിക്കൽ പോലും ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അവിടെയാണ് എന്റെ പ്രശ്നം. ശരിയാണ്. ഒരിക്കൽ പോലും തെറ്റാന്ന് പറഞ്ഞില്ല. തെറ്റാന്ന് നേതാക്കൾ എന്നെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ വളരെ വളരെ ദുർബലമായ സ്വരത്തിൽ, അല്ലെങ്കിൽ ഇനി ആവർത്തിച്ചുകൂടാ, ഇനി ഈ പരിപാടി നിർത്ത് എന്ന സന്ദേശം കൊടുക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. സത്യമാണ്. ശരി, ശ്രീ SK സജീഷ് ഇതിന് മറുപടി പറഞ്ഞോളൂ. അതോടൊപ്പം തന്നെ ഈ പോരാളി ഷാജി അതിൻ്റെ എന്താണ് കുറേ അധികം ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ്, ഒരാളൊന്നുമല്ല, കുറേ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ MV ജയരാജൻ്റെ മറുപടിയിൽ അവരിങ്ങനെയാണ് പറയുന്നത്: അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത്. ഓക്കെ, ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി ഷാജിയോ ഗ്രൂപ്പോ അല്ല, അധികാരത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞു ഭരിച്ചതാണ്. കേരളം കടം കയറി മുടിഞ്ഞതും ആരോപണങ്ങളും ജനം ചർച്ച ചെയ്യുമ്പോൾ ഭരണത്തുടർച്ചയുടെ ഓംബ്രാവിളികളിൽ ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ല സാർ. ജനം എല്ലാം കണ്ടു, അതാണ് 19 ഇടത്തും 8 നിലയിൽ പൊട്ടിയത്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുതെന്ന് നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. ദന്തഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം. അതിന് പറ്റിയില്ലെങ്കിൽ ചോര കൊണ്ട് ചോപ്പിച്ച് ഈ ചെങ്കുടി താഴെ വെച്ച് വല്ല പണിയുമെടുത്ത് ജീവിക്ക് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. SK സതീഷ്, ഞാൻ അതിൻ്റെ അടക്കം മറുപടിയിലേക്ക് എനിക്ക് വേണം ഇടവേളയ്ക്ക് ശേഷം. SK സതീഷ്, ഞാൻ വായിച്ച തുടർച്ചയിൽ ഷാജിദ് ഇങ്ങനെ പിന്നെയും പറയുകയാണ്, തോൽവിയുടെ കാരണങ്ങളിൽ ചിലത് ഇവയാണ്, അതിൻ്റെ കാരണക്കാരും നിങ്ങളാണ്. 6 മാസം പെൻഷൻ മുടങ്ങി കൊടുക്കാനായില്ല. വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ സാധാരണക്കാർ ആശ്രയിക്കുന്ന സപ്ലൈകോയിൽ സാധനങ്ങളുണ്ടോ ഇല്ല. ഭരണം ലഭിച്ചത് മുതൽ ഘട്ടം ഘട്ടമായി ഉയർത്തേണ്ട കെട്ടിട പെർമിറ്റ് ഫീസ് കുത്തനെ കൂട്ടി സാധാരണക്കാരുടെ വീട് പണി തടസ്സപ്പെടുത്തി. വീട് വെക്കുന്നവൻ പഞ്ചായത്തിൽ കെട്ടേണ്ട പെർമിറ്റ് ഫീ 15 ഇരട്ടി വർദ്ധിപ്പിച്ചു. ഒരു വർഷം മുമ്പ് വരെ 1400 കെട്ടേണ്ടവൻ ഇന്ന് 20,000 30,000 കെട്ടുകയാണ്. PSC റാങ്കിൽ ഉൾപ്പെട്ട SFIക്കാർ അടക്കമുള്ള വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്ത് 60 ദിവസം സമരം നടത്തിയപ്പോൾ 10,000കണക്കിന് യുവാക്കൾ പിന്തുണ അറിയിച്ചു. ആ സമയത്തോട് CPMന്റെ സമീപനം എന്താണ്? നവകേരള സദസ്സ് എന്താണ്? അങ്ങനെ കാരണങ്ങൾ എണ്ണി പറയുന്നു. ഏറ്റവും ഒടുവിൽ പറയുന്നു, ഇതൊന്നും ഞങ്ങൾ പണം വാങ്ങി ചെയ്യുന്നതല്ല, പണം വാങ്ങി പൈസ വാങ്ങി കുനിഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് ബിനാമി ബിസിനസ്സും ഇല്ലെന്നേ എന്നാണ് അവസാനിക്കുന്നത്. അത് പറയുന്നത് പോരാളി ഷാജി ആണെങ്കിലും, അത് പറയുന്നത് അബിൻ വർക്കി ആണെങ്കിലും, അത് പറയുന്നത് CR നീലകണ്ഠൻ ആണെങ്കിലും, അത് പറയുന്നത് ഹാഷ്മി ആണെങ്കിലും, ഉള്ളു തുറന്നുള്ള പരിശോധന അക്കാര്യത്തിൽ ഉണ്ടാകുമോ SK സജീഷ്? ഹാഷ്മി, ഒരു കാര്യം, ഇതിപ്പോൾ താങ്കളുടെ ഒരു ചോദ്യമുണ്ട്. നേരത്തെ ശ്രീ അബിൻ വർക്കിയും ശ്രീ CR നീലകണ്ഠനുമെല്ലാം വളരെ വിശദമായി ഇതിനിടയിൽ ചേർത്ത് വെച്ചുകൊണ്ട് നിരവധി ആരോപണങ്ങൾ പറഞ്ഞു. അതുമാത്രമല്ല, ശ്രീ അബിൻ വർക്കി കുറേ പൊളിറ്റിക്കലായ കാര്യങ്ങൾ അപ്പുറത്തേക്കും കടന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൂടി പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് താങ്കൾ സ്വാഭാവികമായും അതിനുള്ള സമയം അനുവദിക്കണമെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, അതായത് ആരാണെന്നറിയാത്ത ആരോ ചേർന്നുകൊണ്ട് ഞങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന ചില പ്രവർത്തനങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. അതിൽ അവർക്ക് ആശയപരമായ നല്ല കുഴപ്പമുണ്ട്. അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടോ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കിയിട്ടോ അല്ല, ഒരു വൈകാരിക പ്രകടനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് നന്നായി സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകളുമുണ്ട്. ആ പ്രവർത്തനങ്ങളെ ആ നിലയിൽ തന്നെയാണ് കാണുന്നത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇവിടെ ശ്രീ അബിൻ വർക്കി ഈ കാര്യങ്ങളെയൊക്കെ പറയുമ്പോൾ ഇത് ഏകപക്ഷീയമായി അവതരിപ്പിക്കുന്ന ഒരു രീതി അത് ശരിയല്ലല്ലോ. ഇപ്പോൾ അപ്പുറത്തൊരു പോരാളി വാസു എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്, കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സഭ്യതയുടെ ഒരു അതിരും കാത്തു സൂക്ഷിക്കാത്ത രീതിയിലാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാന്യതയുടെ മുഖംമൂടി എടുത്ത് അണിയരുത്. ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പരിശോധിച്ചു പോകുന്നവരാണ്, പക്ഷേ നിങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. രാഷ്ട്രീയ നേതൃത്വം എന്നുള്ള നിലയിൽ അബിൻ വർക്കി ഉണ്ട് എന്ന് ഞാൻ പറയില്ല. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ്റെ വെരിഫൈഡ് പേജിൽ നിന്ന് വന്ന കമൻറ്റ് കേരളത്തിലെ സഭ്യതയ്ക്ക് നിരക്കുന്നതാണോ? വെരിഫൈഡ് പേജാണ്, അല്ലാതെ വേറെ ഏതെങ്കിലും പേജല്ല. ഇത് തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പേരുകളും ചിഹ്നങ്ങളും എല്ലാം ആർക്കും എടുത്ത് ഉപയോഗിക്കാം. പലതും ഫേക്കായി തന്നെ ഈ പറഞ്ഞ ചിഹ്നങ്ങൾ വെച്ചുകൊണ്ട് കിട്ടിയ അവസരത്തിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനും
എന്ത് ചെയ്യുന്നുണ്ട്? ഈ കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെയും മറ്റും സോഷ്യൽ മീഡിയ പോരാളികൾ എന്ന് പറയുന്ന ആളുകൾ നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഈ ചിത്രവും മറ്റും ഉപയോഗിച്ചിട്ട് നിങ്ങളെല്ലാം എന്തെല്ലാം ചെയ്തിട്ടുണ്ട്? നിങ്ങളെ ബഹുമാനപ്പെട്ട ശ്രീ ബിന്ദു കൃഷ്ണയല്ലേ ഈ ഇ പി ജയരാജൻ സഖാവിൻ്റെ ഭാര്യയുടെ തല വെട്ടി മോർഫ് ചെയ്ത ഫോട്ടോ പ്രചരിപ്പിച്ചത്? നിങ്ങളുടെ KPCC നേതാക്കന്മാരുൾപ്പെടെ. ഞങ്ങളിൽ നിന്ന് അത്തരത്തിലൊന്ന് വരികയുമില്ല, ഞങ്ങളിൽ നിന്ന് അത്തരത്തിലൊന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് നിങ്ങൾ നേതൃത്വം തന്നെ ഇതിന് നേതൃത്വം നൽകുന്നവരാണ് എന്ന കാര്യം മറന്നുകൊണ്ട് സംസാരിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റു കാര്യങ്ങളൊന്നും ഞാൻ വിശദമായി പോകുന്നില്ല, എങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞു പോകണമല്ലോ. അതിൻ്റെ ഇടയിൽ അബിൻ വർക്കി, രാജ്യത്ത് ജനാധിപത്യപരമായ സംവിധാനം ഉണ്ടാകണമെന്നും നമ്മുടെ രാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കപ്പെടണമെന്നുമെല്ലാം എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ആഗ്രഹത്തിൻ്റെ ഫലമായി തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ BJPക്ക് അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്തതും അവരുടെ ആശയങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സർക്കാർ രൂപീകരിക്കപ്പെട്ടതുമെല്ലാം അതിൻ്റെ ഭാഗമായിട്ടാണ്. അതാകെ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് എക്കാലത്തും പറയുന്നത് പോലെ പറഞ്ഞു കളയരുത്. ഞാനതൊന്നും ഈ ചർച്ചയിൽ പറയണമെന്ന് കരുതിയതല്ല. ഇവിടെ വന്ന് വീരവാദം മുഴക്കിയുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു പോകാതെ നിർവാഹമില്ല എന്നുള്ളതുകൊണ്ട് പറയുകയാണ്. ഡൽഹിയിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും ഒഡീഷയിലും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശും ഉൾപ്പെടെയുള്ള നിങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടിയ സ്ഥലത്തെല്ലാം 0 ആണല്ലോ BJPയുമായിട്ടുണ്ടായത്. ഇപ്പോൾ BJPക്ക് തിരിച്ചടിയേറ്റ സംസ്ഥാനങ്ങൾ ആരാണ്? ഘടകകക്ഷികൾ നടത്തിയ പോരാട്ടങ്ങളാണ്. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ പോരാട്ടം വളരെ പ്രധാനപ്പെട്ടതല്ലേ? അതിൽ UPയിൽ നടന്ന പോരാട്ടം അതിൽ പ്രധാനപ്പെട്ടതല്ലേ? അതിൽ ഞങ്ങളാണ് എന്ന് വീമ്പളക്കാൻ നിങ്ങൾ പോകുന്നുണ്ടോ? അതിൽ മുലായം സിംഗ് യാദവിൻ്റെ, അഖിലേഷ് യാദവിൻ്റെ പാർട്ടി വഹിച്ച പങ്ക് ചെറുതാണെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? മറ്റൊരുപാട് കക്ഷികളുണ്ട്. മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് എങ്ങനെയെന്ന് നമുക്കറിയാമല്ലോ. ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഈ അനുഭവം വെച്ചുകൊണ്ട് രാഷ്ട്രീയ വിലയിരുത്തൽ നടത്തണം. നേരത്തെ താങ്കൾ ഉൾപ്പെടെ ചെറിയൊരു മറുപടി പറഞ്ഞുകൊണ്ട് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ അബിൻ രാഷ്ട്രീയം മനസ്സിലാക്കണം. രാജസ്ഥാനിലെ രാഷ്ട്രീയം കർഷകരുടെയും തൊഴിലാളികളുടെയും പോരാട്ടത്തിൻ്റെ കൂടി രാഷ്ട്രീയമാണ്. ആ മണ്ണിൽ ചെങ്കൊടി പ്രസ്ഥാനത്തിന് നല്ല വളർച്ചയുണ്ട്. നിങ്ങളീ പറയുന്ന അമ്രാം റാം എന്ന് പറയുന്ന CPIMൻ്റെ MB ആയി തിരഞ്ഞെടുക്കപ്പെട്ട അവിടുത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി 4 തവണ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. അതിൽ കോൺഗ്രസിനെ തോൽപ്പിച്ചിട്ടും MLA ആയിട്ടുണ്ട്, BJPയെ തോൽപ്പിച്ചിട്ടും MLA ആയിട്ടുണ്ട്. അത് അവിടെ ഞങ്ങൾക്കുള്ള കരുത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. നിങ്ങൾ 4 സീറ്റിൽ അവിടെ ജയിക്കുമ്പോൾ ഞങ്ങളുടെ പിന്തുണ ആ സീറ്റുകളിലില്ല എന്നാണോ അബിൻ വർക്കി പറയുന്നത്? നല്ല പിന്തുണയുണ്ട് എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് വലിയ തോതിൽ വോട്ടുള്ള പ്രദേശത്ത് നിന്ന് തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന കാര്യവും കൃത്യമായി വോട്ടിംഗ് നില പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അത് മനസ്സിലാക്കിക്കൊണ്ടൊരു ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വിലയിരുത്തൽ നടത്താൻ അബിൻ വർക്കി തയ്യാറാകണമെന്നേ പറയാനുള്ളൂ. പിന്നെ രാജസ്ഥാനിലെ നമുക്ക് ഇന്ത്യ മുന്നണിക്കുണ്ടായ വിജയമെന്ന് പറയുന്നത് കർഷക സമര പോരാട്ടത്തിൻ്റെ കൂടി വിജയമാണ്. ആ കർഷക സമര പോരാട്ടത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണ് എന്ന് അബിൻ വർക്കി ഓർമ്മിച്ചാൽ നന്നാവും. നമുക്കറിയാം, മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ചെങ്കൊടി പിടിച്ച് നടത്തിയ, കാലിൽ ചോരയൊലിപ്പിച്ച് കിലോമീറ്ററുകളോളം നടത്തിയ ഒരു മാർച്ചുണ്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ കർഷക സമരത്തിൻ്റെ തുടക്കം അതാണ്. ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങൾ ആദ്യം അതിനെ നിഷേധിച്ചു. പക്ഷേ പിന്നീട് നവമാധ്യമങ്ങളിലും മറ്റും വലിയ പ്രശസ്തി അതിന് വന്നപ്പോഴാണ് ഇന്ത്യയിൽ അതൊരു വലിയ സമരമായി മാറിയത്. ആ സമരത്തെ എതിരാളികൾ പോലും വരവേൽക്കുന്ന നിലയിലേക്ക് മാറിയത്. അതാണ് ഇന്ത്യയിലെ കർഷക സമരത്തിൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത്. ആ ഊർജ്ജം, കർഷക പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു തലസ്ഥാനമായി തന്നെ നിൽക്കുന്ന മറ്റൊരു പ്രദേശമാണ് ഈ സിക്കറും രാജസ്ഥാനുമെല്ലാം. അതിൻ്റെ നേതാവാണ് അമ്രാം റാം എന്ന് പറയുന്നത്. ആ കർഷക സമരത്തിൻ്റെ നേതാവാണ്. നേരിട്ട് സതീഷ്, ഇന്നിപ്പോൾ മാത്യുക്കുഴനാണ് അത് സഭയിൽ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഈ CPMന് ദേശീയ പദവി നിലനിർത്താൻ ഞങ്ങളുടെ കാരുണ്യം കൊണ്ടാണെന്ന് മാത്യുക്കുഴനാണ് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ തെരഞ്ഞെടുപ്പിൽ CPM അതിൻ്റെ കുന്തമുന തിരിച്ചുവെച്ചത് BJPക്കെതിരായിരുന്നില്ല, കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയുമായിരുന്നു. പണ്ട് രാഹുൽ നിങ്ങളെ വിളിച്ച പേര് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് DNA പരിശോധിക്കണം എന്ന് പറഞ്ഞത് എന്താണ്? രാജീവിൻ്റെ മകൻ തന്നെയാണോ എന്ന് DNA പരിശോധിക്കണം എന്ന് പറഞ്ഞത് നിങ്ങളുടെ MLA ആണ്. അത്തരത്തിൽ നിങ്ങൾ അത്തരത്തിൽ കുന്തമന തിരിച്ച് കോൺഗ്രസ് 50 സീറ്റ് പോലും ജയിക്കില്ല എന്ന് പാർട്ടി പത്രത്തിൽ നിരന്തരം എഴുതി കോൺഗ്രസിനെതിരെ മാത്രം എഴുതിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഇന്ന് മാത്യുക്കുഴനാണ് പറയേണ്ടി വരുന്നത്. സിക്കറിൽ നമ്മൾ മുന്നണിയായിട്ട് ജയിച്ചവരാണെങ്കിലും ഞങ്ങളുടെ കാരണത്തിലാണ് നിങ്ങൾ ദേശീയ പാർട്ടി പദവി നിലനിർത്തുന്നത് എന്ന് പറയേണ്ടി വരുന്നത്. സതീഷ്, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവർക്കൊക്കെ അങ്ങനെയേ പറയാൻ വേണ്ടി കഴിയൂ, അവരങ്ങനെയേ പറയൂ. അവർ പറയുന്നതിന് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യവും കൊടുക്കും. പക്ഷേ വസ്തുത എന്ത് എന്നുള്ളതാണ് വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. ഇവിടെ രാജസ്ഥാനിലെ സിക്കർ മാത്രമല്ല, തമിഴ്നാട്ടിൽ മധുര ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ചാൽ അവിടെ വർഷങ്ങളായി ഞങ്ങൾ ജയിച്ചു വരുന്ന സ്ഥലമാണ്. ലോക്സഭാ സീറ്റൊന്നും ആരും, ഒരു പാർട്ടിയും ഒരു മുന്നണിയും ഒരു പ്രാധാന്യമില്ലാത്ത ഒരു പാർട്ടിക്ക് നൽകുന്ന സാഹചര്യം എവിടെയില്ല.
ജയിക്കാൻ സാധ്യതയുള്ള വോട്ടുള്ള ആളുകൾക്ക് മാത്രമേ നൽകൂ എന്ന് രാഷ്ട്രീയത്തിലെ മുന്നണി മര്യാദയുടെയും മറ്റും ABCD അറിയുന്ന ആളുകൾക്കറിയാം. ആ കാര്യം അറിയാതെ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിനൊന്നും നമുക്ക് മറുപടി പറയാൻ വേണ്ടി പറ്റില്ല. രാജ്യത്ത് നടന്ന തൊഴിലാളി സമരങ്ങൾ, കർഷക സമരങ്ങൾ, അതിൻ്റെ എല്ലാം നേതൃനിരയിൽ നിന്ന ആളുകളാണ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് CPIM-ൻ്റെയും ലെഫ്റ്റിൻ്റെയും എല്ലാം പ്രതിനിധികളായി ഓരോ സംസ്ഥാനത്തും തെരഞ്ഞെടുക്കപ്പെട്ടത്. ഞങ്ങൾക്ക് പല സംസ്ഥാനത്ത് ഈ താല്പര്യം കൊണ്ടാണ് പറയട്ടെ. അല്ലെങ്കിൽ ഒറ്റ മിനിറ്റ് ഞാൻ അതൊന്ന് പൂർത്തീകരിച്ചോട്ടെ. അതിൻ്റെ ഇടയിൽ താങ്കൾ പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ, അധികം കാര്യങ്ങളില്ല, ചില കാര്യങ്ങൾ വിട്ടുപോയി എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഒന്ന്, താങ്കളുടെ ചോദ്യത്തിൻ്റെ ഭാഗമായി തന്നെയാണ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു. രാഹുൽ ഗാന്ധി ഈ കേരളത്തിലേക്ക് വരുമ്പോൾ വിമർശന വിധേയനായി പെരുമാറി എന്നുള്ളതാണ് പ്രശ്നം. ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ അല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേള ഉപയോഗിച്ചത്. ഞങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്ന ആളുകളാണല്ലോ. ഞങ്ങളെല്ലാം രാഹുൽ ഗാന്ധിയോ കോൺഗ്രസിനെയോ വിമർശിക്കാനല്ല, ഒരേപോലെ തന്നെ രാജ്യത്തെ BJP-യുടെ അപകടത്തെക്കുറിച്ച് കൃത്യമായി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിച്ചത്. എന്നാൽ അപ്പുറത്ത് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായിരുന്നു? കോൺഗ്രസിൻ്റെ അവസ്ഥ വാളയാട് ചുരം കടന്ന് ഇപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി വരുന്ന ഘട്ടത്തിലുൾപ്പെടെ CPIM-നെ വിമർശിക്കുക, ഇടതുപക്ഷത്തെ വിമർശിക്കുക എന്നത് മാത്രമാണ്. അപ്പുറത്ത് അപകടകരമായ ഒരു BJP ഉണ്ട് എന്ന കാര്യം അവരോട് മറന്നുപോയി. ആ മറവിയിൽ നിന്നാണ് തൃശ്ശൂരിൽ BJP ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെ അബിൻ വർക്കി ഈ പരിശോധനയെക്കുറിച്ചും ആ പരിശോധന ശരിയാവണ്ണം നടത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാകും എന്നെല്ലാം ഉപദേശിക്കുന്ന ഒരു നിലയുണ്ടായി. പക്ഷേ BJP-ക്ക് തൃശ്ശൂരിൽ ജയിക്കാൻ എത്രയാണോ വേണ്ടത് അതിൻ്റെ 9,000 വോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ പോയതിൻ്റെ ഭാഗമായി നിങ്ങളുടെ തൃശ്ശൂർ DCC ഓഫീസിൽ തല്ല് നടക്കുന്നത് കേരളത്തിലെ പല മാധ്യമങ്ങളും പുറത്തുവിട്ടില്ലെങ്കിലും നാട്ടുകാർക്കറിയാം മറ്റെവിടെയും ആ തല്ല് നടക്കുന്നില്ല. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്ന് ശശി തരൂർ പരസ്യമായി പറയുന്ന സാഹചര്യം ജയിച്ച ഘട്ടത്തിലും ഉണ്ടായി എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ്. ആ അനുഭവം വെച്ച് കുറ്റപ്പെടുത്തരുത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞങ്ങൾ ഒറ്റ വാചകത്തിൽ ഞാൻ പറയാം, ഒറ്റ വാചകത്തിൽ അവസാനിപ്പിക്കാം. അതായത് അബിൻ വർക്കി ഉൾപ്പെടെ എനിക്ക് ഉപദേശം തന്നല്ലോ. നിങ്ങളെ ഉപദേശിക്കാനൊന്നും ഞാൻ ആളല്ല, ഞങ്ങളും ആളല്ല. പക്ഷേ ഒരു കാര്യം, ഞങ്ങൾ പരിശോധന നടത്തും, ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങും. ആ പരിശോധനയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും തിരുത്തി പോവുകയും ചെയ്യും. ആ തിരുത്തി പോകേണ്ട അനുഭവം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ഇല്ലാതായി പോകും നിങ്ങൾ പലപ്പോഴും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബഹുമാനായ AK ആന്റണി തന്നെ പറഞ്ഞിട്ടുണ്ട് അവസാനത്തെ മുഖ്യമന്ത്രിയാണ് നായനാർ എന്ന്. അതിനുശേഷം വീണ്ടും അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു 100 ഗീവർഗീസ് മോർ കൂർലോസിനെ വിവരദോഷി എന്ന് വിളിച്ചത് തെറ്റാണ് എന്ന് SK സതീഷ് ഒരുപക്ഷെ പരസ്യമായി ഇവിടെ പറയാൻ കഴിയില്ലെങ്കിലും താങ്കൾ ഉള്ളിൽ അത് ശരിയാണ്, അങ്ങനെ ആ വിളി അർഹിക്കുന്ന ആളല്ല കൂർലോസ് തിരുമേനി എന്ന് വിശ്വസിക്കുന്ന ആണെന്നെ വിശ്വാസം. സജീഷ് അല്ലേ? ഒരു കാര്യം, ഈ താങ്കൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ദയവേത് ആഷ്മി ആ ലക്ഷ്യങ്ങൾ ചർച്ചയിൽ പ്രയോഗിക്കരുത്. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളടക്കമുണ്ട്. ആ ഉള്ളടക്കം ആളുകൾ മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനിടയിൽ വന്ന് അതങ്ങ് മായ്ച്ചു കളയാൻ വേണ്ടി ഹൃദയത്തിൽ ഒരിക്കലും വിചാരിക്കുന്നില്ല കൂർലോസ് തിരുമേനി വിവരദോഷി എന്ന് വിളി കേൾക്കാൻ അർഹനാണ് എന്ന് വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ പറയുന്നു. അതായത് ഒരാൾ വിവരപൂർണമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അത് വിവരദോഷം എന്ന് തന്നെ തന്നെയാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പറയട്ടെ, എനിക്ക് പറയാമല്ലോ. സതീഷ് പല ചോദ്യങ്ങളും ഒഴിഞ്ഞു മാറുന്ന പോലെ എന്റെ ആ ചോദ്യം കേട്ടില്ല എന്ന് കരുതി വിട്ടുകൂടെ? അതിനെ ന്യായീകരിക്കാൻ നിൽക്കല്ലേ? ഇല്ല, ഞങ്ങൾ അങ്ങനെ ഒരു ചോദ്യത്തിനും ഒഴിഞ്ഞു മാറി. ആഷ്മി, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയത്തെ കണ്ടിട്ടുണ്ടാകും. തടിക്ക് കേടാകാത്ത രീതിയിൽ പ്രവർത്തിക്കും. ഞങ്ങളതല്ല. ഈ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ തലയങ്ങ് പോയാൽ ആ തലയങ്ങ് പോകട്ടെ എന്ന് തീരുമാനിച്ച് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് ഞങ്ങൾ. ആരും മറ്റൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പുറത്തെ കതറ് ചുറിയാത്ത ആളുകളെ വെച്ച് കമ്മ്യൂണിസ്റ്റുകാരെ വിലയിരുത്തരുത് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങൾ എല്ലാവരുടെയും നിലപാട് ഒന്ന് തന്നെയാണ്. എന്നാലും പിന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇക്കാലം അത്രയും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ഇപ്പോഴും ഇടതുപക്ഷം ഹൃദയപക്ഷമാണെന്ന് ആവർത്തിക്കുന്ന തിരുമേനി വിവരദോഷി എന്ന് വിളിച്ചത് തെറ്റാണ് എന്ന് തന്നെയാണ് താങ്കളുടെ ധാരണ. താങ്കൾ പുറത്തെന്ത് പറഞ്ഞാലും ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. അബിൻ വർക്കി,
ഇവിടെ പോട്ടെ, ബാക്കി എന്ന് കാര്യങ്ങൾ ഹാഷ്മി അങ്ങനെ സ്ഥാപിച്ച് എന്റെ അഭിപ്രായങ്ങളെ തിരുത്തരുതല്ലോ. കൂർലോസ് തിരുമേനി വിവരദോഷിയാണോ? അങ്ങനെ അവസാനിപ്പിച്ചു പോകരുത്, അതൊരു ശരിയായ കൂർലോസ് തിരുമേനി വിവരദോഷിയാണോ സതീഷേ? ഞാൻ തർക്കിക്കാനില്ല, പറയട്ടെ. കൂർലോസ് തിരുമേനി വിവരദോഷിയാണോ? ഒരു കാര്യം തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും നിങ്ങൾ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എല്ലാം പ്രചരിപ്പിച്ച കാര്യങ്ങൾ തെറ്റായ നിലയിൽ കൊണ്ടുവരികയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ അത്തരം പ്രസ്താവനകൾ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ അദ്ദേഹത്തോടുൾപ്പെടെ സംസാരിച്ചാൽ നിങ്ങൾ ഇപ്പോഴും ഈ കാര്യം എടുത്തിട്ട് അലക്കുന്നതിനോട് അദ്ദേഹത്തിന് പോലും യോജിപ്പുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. മനസ്സിലാക്കേണ്ടത് തർക്കിച്ചു സാറാ പോരാളി ഷാജിമാർക്ക് ഉത്തേജനം ഉണ്ടാവുന്നത് ഈ പറയുന്ന ഒരു ഉത്തേജനവുമില്ല. അത് താങ്കൾക്ക് സ്ഥാപിക്കാനുള്ള ഉത്തേജനമാകുന്നത് കൂർലോസ് തിരുമേനിയെ വിവരദോഷി എന്ന് വിളിച്ചിട്ട് തെറ്റ് എന്നൊരു ശബ്ദം ഉയരാത്തതാണെന്ന് ഉത്തേജനം. നിങ്ങൾ ഷാജിമാരെ തള്ളിപ്പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പോട്ടെ അത് അങ്ങയുടെ വിശ്വാസം. ഹാഷ്മി ഞാൻ പറയട്ടെ, ഒറ്റ മിനിറ്റ്. ഞാൻ സൗമ്യമായി തന്നെ ഒറ്റ വാചകത്തിൽ, എനിക്കും ഉണ്ടല്ലോ ഒരു ജനാധിപത്യ അവകാശം. ഹാഷ്മി എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കരുത്. ഹാഷ്മി പറഞ്ഞുകൊണ്ട് ഉള്ളിൽ അങ്ങനെയാണ് അഭിപ്രായം എന്നൊന്നും പറഞ്ഞ് ഞങ്ങൾ ഉള്ളിലൊന്നും പുറത്ത് വേറെ ഒന്നും വെക്കുന്ന ആളുകളല്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ സമൂഹം ഏൽപ്പിക്കുന്ന ഏത് പരിക്കും ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കുന്നവരാണ് ഇവരെ പോലെ, അപ്പുറത്തെ വലതുപക്ഷത്തിനെ പോലെ അവരുടെ വ്യക്തിപരമായ അജണ്ടയുടെ പുറത്ത് പ്രവർത്തിക്കുന്നവരല്ല. അങ്ങനെ പ്രവർത്തിക്കാൻ ആർക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ കഴിയില്ല. അത് ഒരു വസ്തുതയാണ്. ഇവിടെ ഇപ്പം പലരും ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചല്ലോ. എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ വ്യക്തിപരമായി പറയുന്നില്ല. ഒരു ചാനലിൻ്റെ ആളുകൾ എൻ്റെ നെഞ്ചത്ത് മൈക്ക്, ഞാൻ ഇന്നുവരെ അത് പറഞ്ഞിട്ടില്ല, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഞാൻ ഇട്ടിട്ടില്ല. എന്നോട് ഇത് സ്റ്റോറിയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സാധാരണ ചർച്ചയിലൊന്നും പറയുന്ന പോലെ കടുകട്ടി വർത്താനൊന്നും പറഞ്ഞു കളയല്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ നെഞ്ചിലൊരു എന്താണ് പറഞ്ഞ ഇതുണ്ടല്ലോ, മൈക്ക് കുത്തി തന്നിട്ട് വർത്തമാനം പറയിപ്പിച്ചിട്ട്, എന്റെ ശൈലി മാറ്റി വർത്തമാനം പറയിപ്പിച്ചിട്ട് അവസാനം ഇന്നും ഞാനൊരു ഫേസ്ബുക്ക് കമന്റ് ഇട്ട അതിന്റെ പുറകെ വന്ന് അയ്യോ ഇങ്ങനെയല്ലേ എന്ന് പറയുന്ന സമയത്ത് പക്ഷേ ഞങ്ങളാണ് ഇത് കുത്തി കൊടുത്തത്, ഇത് ഞങ്ങളുടെ പരിപാടിയാണെന്ന് പറയാൻ ഒരു മാധ്യമം തയ്യാറായിട്ടില്ല. ഞങ്ങൾക്കെതിരെ വരുമ്പോ അങ്ങനെയാണ്. എനിക്കൊരു തേജോദയവും വെച്ച് നോക്കിയാൽ സതീഷിനെതിരെ ഉണ്ടാവുന്ന നിർദോഷമാണ്, അങ്ങേറ്റം നിർദോഷമാണ്. ശരി, ഞാനെത്താം. ശ്രീ അബിൻ വർക്ക് ഇവിടെ നിർദോഷം അതിന്റെ അടിയിലൊക്കെ വന്ന കാര്യങ്ങൾ ആഷ്മിക്ക് അറിയില്ല. അത് വിട്ടേക്കും. ശരി, അങ്ങനെയാണെന്ന് എനിക്ക് നേരിട്ട് ഞാൻ പറയും. അങ്ങനെയാണെങ്കിൽ സിആർ നേരിട്ട് സിആർ പറയും, അബിൻ നേരിട്ട് അബിൻ പറയും. എല്ലാവർക്കും അനുഭവമുണ്ട്. ശരി, എല്ലാവർക്കും അനുഭവമുണ്ട്. ശ്രീ അബിൻ വർക്ക് പറഞ്ഞു. ഓക്കെ, ശ്രീ അബിൻ വർക്ക് കൂടി പങ്കാളിയായ ഒരു കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ക്ലാരിറ്റി കൊടുക്കണമല്ലോ. ശരി, ശ്രീ അബിൻ വർക്ക് ഇവിടെ നമ്മൾ ഇത് ചർച്ച ചെയ്യും. പഴയ പോരാളി ഷാജിക്കാണോ ചർച്ച ചെയ്യും, അല്ലെങ്കിൽ പോരാളി ഷാജിയാണോ CPM-ന്റെ പരാജയത്തിന് കാരണം ചർച്ച ചെയ്യും. അത് നിയമസഭയിലേക്ക് എത്തുമ്പോഴേക്കും മുഖ്യമന്ത്രി നിങ്ങളെ നോക്കി പറയും, ദാ തൃശ്ശൂരിൽ വോട്ട് പറഞ്ഞ് നിങ്ങൾക്കാണ് കേട്ടോ എന്ന് പറയും. അപ്പോൾ PD സതീശൻ പറയും, അതല്ല കണ്ണൂർ നോക്കൂ, കണ്ണൂർ പാർട്ടി കോട്ടകൾ നോക്കൂ, അവിടെ വോട്ട് നിങ്ങൾക്കാണല്ലോ എന്ന് പറയും. നിങ്ങളുടെ ഈ തർക്കത്തിനിടയിൽ കേരളത്തിൽ അതിശക്തമായി വളർന്നു വരുന്ന ഒരു മൂന്നാം ചേരിയുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ തന്നെ BJP 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമത്, 8 രണ്ടാമത്. ആ ചേരി നിങ്ങളുടെ ഈ തർക്കത്തിനിടയിൽ കരുത്തോടെ ശക്തി പ്രാപിക്കുന്നുണ്ട്. അബിൻ വർക്കിക്കും കോൺഗ്രസിനും കൂടി അത് ആലോചിക്കാതിരിക്കാൻ തരമില്ല. അബിൻ വർക്കി. ഹാഷ്മി, ഇപ്പോൾ ശ്രീ സജീഷ് വളരെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുറേയൊക്കെ മറുപടി പറയാനുണ്ട്. പക്ഷേ ഇപ്പോൾ താങ്കൾ ചോദിച്ചതിൻ്റെ ഉത്തരം ഞാൻ ആദ്യത്തെ എൻ്റെ ഭാഗത്ത് തന്നെ പറഞ്ഞു. ഇത് കോൺഗ്രസും CPM-ഉം ചിന്തിക്കേണ്ട വസ്തുതയാണ് എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഇത് കേവലം ചില കണക്കുകൾക്ക് അപ്പുറമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളെ വസ്തുതാപരമായി നമ്മൾ വിലയിരുത്തണം. ആർക്കാണോ വോട്ട് പോയിട്ടുള്ളത് ആ വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള യഥാർത്ഥത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ CPM-നെ പോലെയുള്ള ഈ രാജ്യത്ത് മതേതരത്വ പ്രസ്ഥാനങ്ങൾ ഇന്നും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ ബോധത്തിൽ വേണം എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ്സിന് യാതൊരു തർക്കവുമില്ല. അത് നിലനിൽക്കുക തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ മാത്രമല്ല അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആശയവും ആഗ്രഹവും. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നതും. അതിനകത്ത് ഒരു സംശയവും വേണ്ട. ഞങ്ങളുടെ ആ പൊസിഷൻ വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. പിന്നെ ഇവിടെ 2-3 കാര്യങ്ങൾ. ഞാൻ ആദ്യം രാജസ്ഥാനിലെ കാര്യം പറഞ്ഞപ്പോൾ വീണ്ടും ശ്രീ സജീഷ് അതിനകത്ത് പറയുമ്പോൾ രാജസ്ഥാനിൽ വളരെ കൃത്യമാണ്. അപ്പോൾ താങ്കൾ ആദ്യം പറഞ്ഞ കണക്കിൽ ഒരല്പം വ്യത്യാസമുണ്ട്. കാരണം 3% വോട്ടൊന്നും ഉണ്ടായിരുന്നില്ല രാജസ്ഥാനിൽ CPM-ന് 2023. അതേഴ്സിന് മുഴുവനും കൂടെയാണ് 3% വോട്ടുണ്ടായിരുന്നത്. 1% താഴെയായിരുന്നു. 0.9% വോട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം രാജസ്ഥാനിലുണ്ടായിരുന്നത്.
ഇപ്പോൾ ഈ ബാദ്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, താങ്കളിപ്പോൾ ബാദ്ര എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഈ ബാദ്രയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി 2019 പിടിച്ച വോട്ട് എന്ന് പറഞ്ഞാൽ, ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ച വോട്ട് എന്ന് പറഞ്ഞാൽ 37,000 വോട്ടായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പിടിച്ച വോട്ട് 3,000 വോട്ടാണ്. അതിൻ്റെ കാരണം ബൽവാൻ പൂനിയ എന്ന് പറയുന്ന ബാദ്രയിലെ അവിടുത്തെ സ്ഥാനാർത്ഥി, അന്ന് MLA, ഈ MLA രാജസ്ഥാനിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു. ആ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ CPM ബൽവാൻ പൂനിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കാരണം പോലും ചോദിക്കാതെ പുറത്താക്കി. എന്തിനാണ് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തതെന്ന് ചോദിച്ചു. അന്ന് ബൽവാൻ പൂനിയെ ഞാൻ പാർട്ടി വിട്ട് കോൺഗ്രസ്സിൽ ചേരുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അശോക് ഗെഹ്ലോട്ട് പറയുന്നതാണ് കേൾക്കുമോ എന്നൊക്കെ പറഞ്ഞൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2023 ബൽവാൻ പൂനിയ മത്സരിച്ച ബാദ്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് വോട്ട് പിടിക്കാത്തതും ആ വോട്ട് മുഴുവൻ ഞങ്ങൾ അന്നേ ബാദ്രയിൽ CPM സ്ഥാനാർത്ഥിക്ക് കൊടുത്തതും. അതൊക്കെ ചരിത്രമാണ്, അതൊക്കെ രാജസ്ഥാനിൽ സംഭവിച്ചതാണ്. അന്ന് ബൽവന്ത് പൂനിയക്കെതിരെ നടപടി ബൽവാൻ പൂനിയ എന്ന് പറയുന്ന MLA-യുടെ കാര്യമാണ്. അന്ന് ബൽവന്ത് പൂനിയക്കെതിരെ നടപടിയെടുത്ത പാർട്ടി സെക്രട്ടറി അമറാറാമാണ്. അത് ഞാൻ പറഞ്ഞ അത് അമറാറാമാണ് പാർട്ടി സെക്രട്ടറി. ആ അമറാറാമിനെ സഹായിക്കാനും കോൺഗ്രസ് ആണ് ഉണ്ടായത്. അപ്പോൾ കണക്കുകളുടെ അടിസ്ഥാനത്തിലും വസ്തുതാപരമായിട്ടും നിങ്ങൾ ദില്ലിയിലെ രാഷ്ട്രീയം അറിയാവുന്ന ആളുകൾ ഒക്കെ അവരൊക്കെ ചിന്തിക്കുന്നതും പറയുന്നതും ഇന്ത്യ മുന്നണിയുടെ സീതാറാം യെച്ചൂരിയുടെ ഭാഗമൊക്കെ അറിയാവുന്നവർക്കറിയാം. രാജസ്ഥാനിൽ കോൺഗ്രസ് ഒരു സീറ്റ് വിട്ടുകൊടുത്തതാണ്. ആ സീറ്റ് വിട്ടുകൊടുക്കാനുള്ളതിൻ്റെ കാരണം 3 സംസ്ഥാനങ്ങളിൽ CPM-ന് പ്രതിനിധികൾ ഉണ്ടാകണമെന്ന് കോൺഗ്രസ്സിന് നിഷ്കർഷത ഉണ്ടായിരുന്നു. ആ നിഷ്കർഷത ശ്രീ പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ കാരണം എന്താ? ഇത് വിട്ടുകൊടുക്കാൻ സമ്മതിക്കണമെങ്കിൽ ശ്രീ ഹാഷ്മി ഉറപ്പായിട്ടും രാഹുൽ ഗാന്ധിയുടെ സമ്മതം ഉൾപ്പെടെയുള്ളത് വേണമല്ലോ. ശ്രീ രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മാത്രമാണോ CPM ഇവിടെ വിമർശിച്ചിട്ടുള്ളത്? ഇവിടെ എപ്പോഴാണ് വിമർശനം തുടങ്ങുന്നത്? ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും തിലകക്കുറിയായി മാറിയ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഭാരത് ജോഡോ യാത്രയായിരുന്നു. ഈ ഭാരത് ജോഡോ യാത്രയെ BJP അറ്റാക്ക് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് അറ്റാക്ക് ചെയ്ത് തുടങ്ങിയതാരാ? കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഈ യാത്രയെ അറ്റാക്ക് ചെയ്തത് കേരളത്തിലെ CPM ആണ്. കേരളത്തിലെ ഇന്നത്തെ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ പറഞ്ഞത് പൊറോട്ട അടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പൊറോട്ട തിന്നാൻ വേണ്ടി നടത്തുന്ന യാത്രയാണ് എന്ന്. ഇപ്പം കേരളത്തിൽ മാത്രം അദ്ദേഹം ഒരു യാത്ര നടത്തുവാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം ശ്രീ ഹാഷ്മി. പക്ഷേ ഇന്ത്യയിൽ ഉടനീളം കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ, മണിപ്പൂർ തൊട്ട് ബോംബെ വരെ ഇന്ത്യയുടെ എല്ലാ ദിക്കുകളെയും തൊട്ടുണർത്തിക്കൊണ്ട് ഒരു യാത്ര നടത്തുമ്പോൾ ആ യാത്രയെ തീർത്തും ഇടുങ്ങിയ ചിന്താഗതി കൊണ്ട് കേരളത്തിൽ വിമർശിക്കാൻ വന്ന CPM-ന്റെ അവരുടെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കാം. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് നേരത്തെ സംഘപരിവാർ ഹാൻഡിലുകൾ വിളിച്ച പേര് ഇതേവരെ ആരും വിളിച്ചിട്ടില്ല. നരേന്ദ്രമോദി പോലും വിളിച്ചിട്ടില്ല. കാരണം എന്താ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വളരെ ടൈറ്റ് ആയിരുന്നു എന്ന് ആദ്യം അറിയാവുന്നത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമായിരുന്നു. അതുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിയെ ഒരു അധിക്ഷേപ ജ്വരം അവർ പോലും ചൊരിയാത്ത ഘട്ടത്തിൽ കേരളത്തിലെ ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ കേരളത്തിലെ അല്ല ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന കേരളത്തിലെ നേതാവ് രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ചത്. ഇപ്പോൾ പ്രിയപ്പെട്ട MV ജയരാജൻ പോരാളി ഷാജിയൊക്കെ അധിക്ഷേപിച്ച് സംസാരിച്ചല്ലോ. ഈ MV ജയരാജൻ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത് എന്താ? കിങ്ങിണിക്കുട്ടൻ എന്നാണ് വിളിച്ചത്. അപ്പോൾ ഇതൊക്കെ കിട്ടുമ്പോൾ, സ്വയം തിരിച്ചു കിട്ടുമ്പോൾ ഇതൊക്കെ പഠിക്കുമെന്നുള്ളതാണ് ഈ പോരാളി ഷാജിമാരുടെ കേസിൽ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ അതുമാത്രമല്ല, ഇപ്പോൾ ശ്രീ സജീഷ് ഇവിടെ കമൻറ്റുകളുടെ കാര്യം പറഞ്ഞല്ലോ. ശ്രീ സജീഷ്, താങ്കൾക്ക് വരുമ്പോൾ താങ്കൾക്ക് വിഷമമാവും കമൻറ്റ്. താങ്കൾ വിഷമമായതുകൊണ്ടാണല്ലോ എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിട്ട് താങ്കൾ പറഞ്ഞ അതിൻ്റെ അടിയിൽ വന്നത് വായിച്ചു നോക്കിയാൽ എന്തായിരുന്നു അവസ്ഥ എന്ന്. ശ്രീ ഹാഷ്മി, താങ്കൾ എത്രയെത്ര അത് വായിച്ചിട്ടുണ്ട്? അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ, താങ്കളുടെ വീട്ടുകാരുൾപ്പെടെ വിളിച്ച എത്ര CPM ഹാൻഡിലുകളുടെ കമൻറ്റ് താങ്കൾ വായിച്ചിട്ടുണ്ട്? ഇവിടെ CR ഇരിക്കുന്നുണ്ടല്ലോ. ഇവിടെ കേരള സമരവുമായി ബന്ധപ്പെട്ട് ഞാനും CR ഉൾപ്പെടെയുള്ള ആളുകൾ പിറവത്ത് സമരം ചെയ്തിട്ടുള്ളതാണ്. CR പിറവത്ത് വന്ന് സമരം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിൻ്റെ പല ഭാഗത്ത് സമരം ചെയ്തിട്ടുണ്ട്. CR ഉൾപ്പെടെയുള്ള ആളുകളെ ആ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഈ CPM സൈബർ ഹാൻഡിലുകൾ കടന്നാക്രമിച്ചത്, ആ കടന്നൽ കൂട്ടം കടന്നാക്രമിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? ഈ CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ഇത് ഉണ്ടാകരുത് എന്ന് പറഞ്ഞതായി നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇനി അതും മാത്രമല്ല, ഇപ്പോൾ ഞാൻ പോരാളി ഷാജിയുടെ കാര്യം പറഞ്ഞല്ലോ. പോരാളി ഷാജിയുടെ പേജ് ഇന്നലെ തുടങ്ങിയതാണോ? വർഷം കുറയായില്ലേ തുടങ്ങിയിട്ട്? CPM-ന്റെ കയ്യിൽ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ സർക്കാർ ഇരിക്കുന്നുണ്ടല്ലോ. ഈ പോരാളി ഷാജിക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് FIR ഇട്ട് ശ്രീ MV ജയരാജൻ അത് ഇന്ന് വേണമെങ്കിൽ കൊടുക്കാമല്ലോ. ഒരു FIR ഇട്ട് ഈ പോരാളി ഷാജിയുടെ അഡ്മിനെ കണ്ടുപിടിക്കാൻ എത്ര നേരം വേണം ഹാഷ്മി?
ഈ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ സൈബർ സെല്ലിന് എത്ര നേരം വേണം? എന്നാൽ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യട്ടെന്നേ. അപ്പോൾ അന്നേരമാണ് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി ഇവിടെ വെളിവാകുകയുള്ളൂ. അതല്ലാതെ ഇവിടെ വന്ന് ഞങ്ങൾ പോരാളി ഷാജിയെ തള്ളിപ്പറയുന്നു, ഞങ്ങൾ ചെങ്കതിരിനെ തള്ളിപ്പറയുന്നു, ഞങ്ങൾ ചെങ്കോട്ടയെ തള്ളിപ്പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിലെ സകല സഖാക്കന്മാരും അവരിടുന്ന അധിക്ഷേപകരമായ പോസ്റ്റ് അവരുടെ വാളിൽ റീപോസ്റ്റ് ചെയ്തിട്ട് ഈ വർത്തമാനം പൊതുവിടത്തിൽ വന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല സാർ. ഇനി അതുമാത്രമല്ല, ഇവിടെ ഹാഷ്മി ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടല്ലോ, എത്ര തല്ലിയാലും ഞാൻ നന്നാവില്ല അമ്മാവ എന്ന് സജീഷ് പറഞ്ഞിട്ടും ഹാഷ്മിയുടെ മനസ്ഥിതിയിൽ നിന്ന് പറയുകയാണ്. ഒരു CPM-കാരനെങ്കിലും ഉണ്ടാകണമല്ലോ. കാരണം എന്താ? ആ വിവരദോഷി എന്ന പദം വിളിച്ചിട്ട് അതിനെ തള്ളിപ്പറയാൻ ഒരു CPM-കാരനെങ്കിലും ഉണ്ടാകണ്ടേ? ഇവിടെ ശ്രീ VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഗോർബച്ചയുമാർ എന്ന വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് സഖാവ് VS അച്യുതാനന്ദൻ. ആ VS അച്യുതാനന്ദൻ ഇരുന്ന പാർട്ടിയുടെ കാര്യമാണ് പറയുന്നത്. ഇവിടെ അമ്പ്രാൻ പറയും, അതനുസരിച്ച് വാലാട്ടുന്ന കുറെ കുടിയാന്മാർ കണക്ക്. ആ പദം ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ കണക്ക് ഈ പാർട്ടി ഇത്രമാർ യജമാനന്മാരുടെ സേവ മാത്രം ചെയ്യുന്ന കുറെ അണികളുള്ള പാർട്ടിയായി ഇത് അധപ്പതിച്ചു എന്നുള്ളത് വെളിവാകുന്നതല്ലേ? ഇപ്പൊ സജീഷിന് പോലും ഇത് തള്ളിപ്പറയാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? തീർത്തും ശരിയല്ല. ആ തിരുമേനിയെ വിളിച്ചത് ശരിയല്ല. ആ തിരുമേനിയെ അങ്ങനെ വിളിക്കേണ്ടിയിരുന്നില്ല എന്ന് പൊതുബോധമുണ്ടായിട്ട് പോലും സജീഷിന് പോലും പിണറായി വിജയൻ എന്ന അമ്പ്രാന്റെ മുമ്പിൽ ഓശാനിച്ച് നിൽക്കേണ്ട സതീഷിന് എത്ര തള്ളിപ്പറയാലും ഞാൻ കരുതുന്നില്ല സതീഷ് മോർക്കൂർലോസ് വിവരദോഷി എന്ന് വിളിക്ക് അർഹനാണെന്ന് സതീഷ് ആത്മാർത്ഥമായി കരുതുന്നു. ഞാൻ കരുതുന്നില്ല. തിരികെ നമ്മുടെ വിളക്ക് ശേഷം ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ നാഷണൽ ലെവലിൽ നോക്കിയാൽ ഇവിടെ ശക്തമായ പ്രതിപക്ഷം ഉണ്ടായി എന്നുള്ളതാണ്. കേരളത്തിലേക്ക് വന്നാൽ നമ്മൾ ഈ ജാതി പറയരുത്, മതം പറയരുത് എന്നൊക്കെ പറയുമ്പോഴും ദൗർഭാഗ്യവശാൽ ചർച്ചയാവുന്നതും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതും ഇതൊക്കെയാണല്ലോ. BJP കേരളത്തിൽ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയത് ആലപ്പുഴയിലാണ്. ഈഴവ മേഖലകളിൽ 11% വോട്ട് വർധനയാണ്. പുന്നപ്ര വയലാറിൻ്റെ അമ്പലപ്പുഴയിൽ NDA LDF വോട്ട് വ്യത്യാസം നേരിയതാണ്. CR ഹരിപ്പാട് ചേർത്തല ആറ്റിങ്ങൽ നോക്കിയാൽ 2ാം സ്ഥാനത്തുള്ള ജോയിയും 3ാം സ്ഥാനത്തുള്ള മുരളീധരൻ തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഏതാണ്ട് 17,000 വോട്ട് മറ്റമാണ്. എക്കാലത്തും CPM-നൊപ്പം ഡെഡിക്കേറ്റഡായി നിന്ന ഈഴവ മേഖലയിൽ നിന്നും ആശയപരമായ വോട്ട് പറയുന്നതിനെക്കുറിച്ചുള്ള ഗൗരവതരമായ ചർച്ചകൾ CPM-ൽ ഉണ്ടാവും. നേരത്തെ അബിൻ വർക്കി അതൊന്നും ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, പിന്നെ അതിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. CR അല്ല, അതിലെ ഹഷ്മി, നമ്മുടെ നാട്ടിൽ ഫ്ലോട്ടിംഗ് വോട്ടുണ്ട്. അത് കൂടി വരുന്നുണ്ട് എല്ലാ കാലത്തും. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് വോട്ട് ചെയ്യുന്നവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് വോട്ട് ചെയ്യുക, തിരിച്ചു വരിക, അങ്ങനെ വ്യക്തി നോക്കി വോട്ട് ചെയ്യുക, ഇങ്ങനെ നിരവധി ഘടകങ്ങൾ ഫ്ലോട്ടിംഗ് വോട്ടിലുണ്ട്. പക്ഷേ BJP-യിലേക്ക് പോകുന്ന വോട്ട്, ആ വോട്ട് നമുക്ക് ഫ്ലോട്ടിംഗ് വോട്ടായി കാണാൻ പറ്റില്ല. കാരണം അത് നേരത്തെ ഹഷ്മി പറഞ്ഞ ഒരു വാചകം അതിൻ്റെ ഇടയിലുണ്ട്. പ്രത്യയശാസ്ത്രപരമായി, അതായത് ആശയപരമായി ഇവരോട് ദേഷ്യമുള്ളത് കൊണ്ട് അത് LDF-നോടും UDF-നോടും ആവാം. UDF-ൽ നിന്ന് വോട്ട് പോയിട്ടുണ്ട്, LDF-ൽ നിന്ന് വോട്ട് പോകാറുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. രണ്ടുപേരും അത് സമ്മതിക്കും. അത് ഗൗരവതരമായി പരിശോധിക്കേണ്ടതാണ്. ഇന്നിപ്പോൾ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി വരെ പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ശരിയാണ്. പക്ഷേ ഹഷ്മി ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. എന്താ കാര്യം? കോൺഗ്രസ് ഒരു ദുർബലമായ സംഘടനാ സംവിധാനമുള്ളതാണ്. മാത്രമല്ല അതിനകത്ത് പല ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഉയർന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നല്ലൊരു പങ്ക് കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ തന്നെ BJP-യിലേക്ക് പോയിട്ടുണ്ട്. കോൺഗ്രസ് ഏതാണ്ട് ഒരു സാച്ചുറേറ്റഡ് ആണ്. പക്ഷേ CPM-ൻ്റെ പ്രശ്നം അതല്ല. CPM-ൻ്റെ വോട്ട് കൂടുതൽ BJP-ക്ക് ആക്സസബിളായ വോട്ടാണ്. കാരണം ഇപ്പോൾ BJP വടക്കേ ഇന്ത്യയിൽ ചെയ്തൊരു പണി നോക്കൂ. അവർക്ക് പ്രത്യേകിച്ചും ദളിത് വോട്ടിനേക്കാൾ കൂടുതൽ ആദിവാസി വോട്ടുകളിൽ നല്ലൊരു പങ്ക് പണ്ട് കോൺഗ്രസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വോട്ടുകളൊക്കെ ഇപ്പോൾ പോയി. ആ വോട്ട് ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല. ഇപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പിന്നോക്ക വോട്ടിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടായെങ്കിലും ആദിവാസി വോട്ടിൽ വലിയ തോതിൽ തിരിച്ചു വരലുണ്ടായിട്ടില്ല. അത് കാണിക്കുന്നത് പ്രശ്നം അതാണ്. കുറെ കൂടി ഒരു പിന്നോക്ക ഹിന്ദു ബേസ് വോട്ട് ഹിന്ദുവൽക്കരിക്കപ്പെട്ട് BJP-യിലേക്ക് പോയാൽ അത് തിരിച്ചു വരിക അത്ര എളുപ്പമല്ല. അത് സാമൂഹ്യ സത്യമാണ്. ശരി, നമുക്ക് ഒന്നുകൂടി വിശദമായി ആ വിഷയത്തിലിരിക്കണം. കേരളം സംബന്ധിച്ച് നമുക്ക് എൻ്റെ സമയം കഴിയുകയാണ്. CSK സജീഷ്, തീരെ കുറഞ്ഞ വാക്കുകളിൽ അബിൻ വർക്കി മറുപടി, തീരെ കുറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുക പ്ലീസ്. നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ്. അബിൻ വർക്കിയുടെ പരാമർശം അതിരൂക്ഷമായതുകൊണ്ടാണ് ഞാൻ മറുപടി സമയം എടുത്തിട്ട് കുറഞ്ഞ വാക്കുകൾ എന്ന് പറയുന്ന ഒരു പ്രയാസമുണ്ട്. പറഞ്ഞോളൂ. 1-2 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ തന്നെ പറയാം. ഒന്ന്, ഒറ്റ മിനിറ്റ്.
ഈ രാജസ്ഥാനിലെ കാര്യം പറഞ്ഞു, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. ഒന്ന് അബിൻ വർക്കി മനസ്സിലാക്കേണ്ടത്, രാജസ്ഥാനിൽ ഇപ്പോൾ ശ്രീ വേണുഗോപാൽ ഒഴിവാക്കി വിടുന്ന രാജ്യസഭാ സീറ്റ് BJP കൊടുത്തിട്ടാണ് നിങ്ങൾ അവിടെ നിൽക്കുന്നത്. വലിയ വീമ്പ് ആ കാര്യത്തിൽ പറയണ്ട. മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു, വിട്ടുവീഴ്ച എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വലിയ വോട്ടുള്ള മഹാരാഷ്ട്രയിലെ ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പിൻവലിച്ചിട്ടുണ്ട്. നിങ്ങളെ പോലെ ഗുജറാത്തിൽ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് BJPയെ ജയിപ്പിച്ചു കൊടുക്കുകയല്ല ഞങ്ങൾ ചെയ്തത് എന്നതുകൂടി മനസ്സിലാക്കിയാൽ നല്ലത്. പിന്നെ രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ പപ്പു ഒന്നും പറഞ്ഞിട്ടില്ല. കേരളത്തിലേക്ക് എന്താണ് ED വരാത്തത് എന്നുൾപ്പെടെയുള്ള ഇവിടുത്തെ നേതാക്കന്മാരുടെ മനോനിലയ്ക്കനുസരിച്ച് അദ്ദേഹം വാളയാർ ചുരത്തിന് ഇപ്പുറത്ത് പെരുമാറിയപ്പോൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പണ്ട് കേരളത്തിൽ നിന്ന് കേട്ട പല പേരും പറഞ്ഞു പോകുന്ന നിലയുണ്ടാകരുത് എന്നുള്ള നിലയ്ക്ക് ആണ് പറഞ്ഞത്. അല്ലാതെ പപ്പു എന്നൊക്കെ പറഞ്ഞത് അവർ വ്യാഖ്യാനിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ ഈ സൈബർ വിങ് എന്തെല്ലാമാണ് ചെയ്തത്? ശരി, സമയമെടുത്ത് എല്ലാവരും സംസാരിച്ചു. സമയമെടുത്ത് CR ഒഴിച്ച് സമയമെടുത്ത് ബാക്കി എല്ലാവരും സംസാരിച്ചു. ഞാൻ ആദ്യം ഇടപെട്ടില്ല. എൻ്റെ സമയം കഴിയാനോട് ക്ഷമിക്കണം. ഇല്ല, എൻ്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു, 9 കഴിഞ്ഞോട് ക്ഷമിക്കണം. അല്ല, SK സജീഷ് അടക്കം സമയമെടുത്ത് സംസാരിച്ചാണ് ആദ്യഘട്ടത്തിൽ. പിന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് കാര്യങ്ങൾ. ഓക്കെ, എൻകൗണ്ടർ പൂർണ്ണമായി ആണ് ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്ക് നന്ദി. ഇനി വാർത്താ വഴിയാണ് S. വിജയകുമാർ ചേരും. നമസ്കാരം.